التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ പ്രൊഫസർ എൻ പി ഹാഫിസ് മുഹമ്മദ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും അതേപോലെ ആശയസമന്വയം മാസികയുടെ ചീഫ് എഡിറ്ററും കൂടാതെ ഫാറൂഖ് കോളേജിലെ സോഷ്യോളജി വിഭാഗം തലവനുമാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു പുതിയ പത്രം നാട്ടിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വർത്തമാനം ദിനപത്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് MGM ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വനിതാ വിഭാഗമായ MGM ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. MGMൻ്റെ പല പ്രവർത്തനങ്ങളും ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 3-4 വർഷമായി ഖുർആൻ ലേണിംഗ് ക്ലാസ് ശാന്തിനികേതൻ സ്കൂളിലും അതേപോലെ QCPയിൽ നടക്കുന്നുണ്ട്. കൂടാതെ മതപഠന ക്ലാസ് ഇവിടെ ഇബ്നു തീമിയയിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും MGM അതിൻ്റേതായ കർത്തവ്യം നിർവഹിക്കുന്നുണ്ട്. ജനാബ് പ്രൊഫസർ NP മുഹമ്മദ് സാഹിബിനെ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അസ്സലാമു അലൈക്കും.
ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. ഖത്തറിലെ MGM സംഘടിപ്പിക്കുന്ന ഈ ഒത്തുചേരലിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനവും രക്ഷിതാക്കളും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചതിലുള്ള ആഹ്ലാദവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ ഒരു വിഷയം വളരെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കഴിയാവുന്നത്ര സംക്ഷിപ്തമായി മനഃശാസ്ത്രത്തിൻ്റെയും സമൂഹ മനഃശാസ്ത്രത്തിൻ്റെയും ഒരു കാഴ്ചപ്പാടിൽ ഈ വിഷയം അവതരിപ്പിക്കുവാനും അതിനോടനുബന്ധിച്ച് ഒരു കൗൺസിലർ എന്നുള്ള നിലക്കുള്ള ചില അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോലി കൊണ്ട് ഞാൻ ഒരു അധ്യാപകനാണ്. സമൂഹശാസ്ത്രവും സമൂഹ മനഃശാസ്ത്രവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളിന് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടെ തന്നെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട് എന്നുള്ളത് നേരത്തെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് നഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുരക്ഷാ ആശുപത്രി മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെട്ടവർക്കുള്ള സൗജന്യമായ ചികിത്സ നൽകുന്ന വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം നടപ്പിലാക്കുന്ന ആശുപത്രിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്കും ഒപ്പം തന്നെ അവിടെ രക്ഷിതാക്കളും കുട്ടികളും ഭാര്യമാരും ഭർത്താക്കന്മാരും കുടുംബാംഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളോ അവരുടെ ആന്തരിക സംഘർഷങ്ങളോ ലഘൂകരിക്കുന്നതിന് പരിഹാരം കാണുന്നതിന് ഒരു കൗൺസലർ എന്നുള്ള നിലക്കുള്ള അനുഭവ പരിചയവും വെച്ചുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ എല്ലാറ്റിനും മീതെ ഞാനും ഒരു രക്ഷിതാവാണ്, 2 കുട്ടികളുടെ പിതാവാണ് എന്നുള്ള ഒരു പശ്ചാത്തലവും മാറ്റിവെക്കാതെ തന്നെ എന്നോടൊപ്പമുണ്ട്. ഈ കാലത്ത് ഏറ്റവും പ്രയാസമേറിയ കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബെർണാഡ് ഷായെ പോലെയുള്ള ഒരാൾ നേരത്തെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ടാസ്ക് ഇൻ ദ മോഡേൺ സൊസൈറ്റി ഈസ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ്. ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, ഒരു കുട്ടിയെ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ സാമൂഹീകരണം നടത്തി സോഷ്യലൈസേഷൻ നടത്തി ഉചിതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി തീർക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ആളുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഞാൻ ഈ പശ്ചാത്തലം നിങ്ങളുടെ മുന്നിൽ ആദ്യമേ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ വളർത്തുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമേറിയ എന്നാൽ ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് കൂടെ സൂചിപ്പിക്കുവാനാണ്. നമ്മുടെ പഴയ കുടുംബങ്ങളിൽ
പരമ്പരാഗതമായി ആചരിച്ചു പോന്നിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായങ്ങളിൽ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ അവർക്ക് സ്വീകാര്യമോ അവർക്ക് അംഗീകരിക്കുവാൻ തക്കതായ ഒരു കാര്യമോ ആയിരിക്കണമെന്നില്ല ഇത്. ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളത് ഏറ്റവും പ്രയാസരഹിതമായ കാര്യമായി കണക്കാക്കിയിരുന്ന ഒരു കുടുംബ സമ്പ്രദായം നമ്മുടെ പിന്നാലെ കിടപ്പുണ്ട്. എന്നാൽ ആധുനിക സമ്പ്രദായത്തിൽ, ആധുനിക കുടുംബജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ പ്രസ്തവ്യമാണ്. കുടുംബം അതിൻ്റെ വലുപ്പത്തിൽ കുറഞ്ഞു വരികയും അതിൻ്റെ സൈസ് കുറഞ്ഞു വരികയും എണ്ണത്തിൽ കുറഞ്ഞു വരികയും, എന്നാൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പത്തേതിനേക്കാളേറെ കൂടിക്കൂടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ആധുനിക സമൂഹം കുടുംബത്തെ ഏതെല്ലാം തരത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എത്ര മാറ്റിമറിക്കലുകൾ ഉണ്ടായാലും കുടുംബത്തെ പറഞ്ഞു തള്ളാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി മനഃശാസ്ത്രവും സമൂഹശാസ്ത്രവും അംഗീകരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി ആചരിച്ചു പോന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കുടുംബം. പല സാമൂഹ്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല കണ്ടുപിടുത്തങ്ങളും മനുഷ്യർ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഇൻവെൻറ്റ് ചെയ്യുന്നു, ആ ഇൻവെൻറ്റ് ചെയ്യുന്ന അറിവ് നാം മറ്റൊരു സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അത്ഭുതകരമായൊരു കാര്യം, പരസ്പര ബന്ധമില്ലാതെ കിടന്നിരുന്ന സമൂഹങ്ങളിൽ, ഒറ്റപ്പെട്ട് കിടന്നിരുന്ന വിവിധ വർഗങ്ങളിൽ, ഗോത്രങ്ങളിൽ ഒരു കൈമാറ്റവും ചെയ്യപ്പെടാതെ തന്നെ ആചരിച്ചു പോന്നിരുന്ന അത്ഭുതകരമായ ഒരു വസ്തുതയായിരുന്നു കുടുംബം എന്നുള്ളതാണ്. അമേരിക്കയിലെ ചുവന്ന ഇന്ത്യക്കാരും ആഫ്രിക്കയിലെ ഗോത്രങ്ങളും ഇന്ത്യയിലുള്ള സമുദായങ്ങളും ഒക്കെയും തന്നെ കുടുംബം ഒരേ സമയം തന്നെ ആചരിച്ചു പോന്നിരുന്നു എന്നുള്ളത്. ലോകത്ത് ഇത്രത്തോളം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള അഥവാ കൈമാറ്റം ചെയ്യപ്പെടാതെ തന്നെ ആചരിച്ചു പോന്നിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രധാനമായും രണ്ടെണ്ണമാണ്. ഒന്ന് മതവും, രണ്ട് കുടുംബവും. ഇത്ര കാലമായിട്ടും കുടുംബം മാറ്റിമറിക്കപ്പെട്ടിട്ടില്ല. കുടുംബത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ കുടുംബത്തിന് പകരം ഈ തരത്തിലൊരു സ്ഥാപനം അനിവാര്യം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മറ്റൊരു സ്ഥാപനം ആചരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരം നിൽക്കാവുന്നതായ ഒന്ന് ഇന്നേ വരെ ഒരു സമൂഹവും കണ്ടെത്തിയിട്ടില്ല, കൊടുക്കാനും സാധിച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ അകത്തോ പുറത്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ സമൂഹം വളരെ ആശങ്കാകുലമായ മനസ്സോടു കൂടിയിട്ടാണ് സമൂഹം അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബത്തിൻ്റെ വലുപ്പം കുറയുകയും കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ ഏതാനും ചെറിയ ഒരു വൃത്തത്തിലേക്ക് മാറിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത്. അത്ഭുതകരമായി സമൂഹശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന തലമുറകൾ തമ്മിലുള്ള ബന്ധം. 6-ലധികം തലമുറകൾ ഒരേ കൂരയ്ക്ക് കീഴേ താമസിച്ചു പോരുകയും ഒരു വ്യവസ്ഥ എന്നുള്ള നിലയ്ക്ക്, ഒരു യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നല്ലോ കൂട്ടുകുടുംബ സമ്പ്രദായം. എന്നാൽ ഇന്ന് നാം പിന്തുടരുവാൻ നിർബന്ധിതമായിരിക്കുന്ന അണുകുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അവിവാഹിതരായ അവരുടെ കുട്ടികളും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വിവാഹത്തോടുകൂടെ ഇവർ പുതിയൊരു കുടുംബ വട്ടത്തിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അണുകുടുംബം ഒരുപക്ഷെ നാഗരികത ഉണ്ടാക്കിയിരിക്കുന്ന അനിവാര്യതയാകാം. പക്ഷേ അണുകുടുംബം ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം വളരെ പ്രകടമായ തരത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന എണ്ണത്തിൽ കുറയുമ്പോഴും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായി വരുന്നു എന്നുള്ളത്. ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന എന്നാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിലുണ്ടാകുന്ന പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ തുടങ്ങിയിട്ടുള്ളവ. ഞാനിത് പറയുമ്പോൾ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും പ്രശ്നം പൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യമാണെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ കൂടുതൽ സംഘർഷം നൽകുന്ന കാര്യമാണെന്നോ അല്ല. പക്ഷെ ആധുനിക കാലത്ത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു പ്രക്രിയയായി കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ചുറ്റുപാടുകളിൽ നിന്നുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും ഒക്കെയും തന്നെയുള്ള കേസ് ഹിസ്റ്ററികളൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത്. അത്ഭുതകരമായൊരു കാര്യം, രക്ഷിതാക്കൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഭൗതിക ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഒരു വഴിക്കാക്കണം എന്നുള്ളതാണ്. സോൾ അറ്റൻഷൻ, എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും കുട്ടികളിലേക്ക് കേന്ദ്രീകരിക്കുകയും
കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഭൗതികമായ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തീരുകയും കുട്ടികളെ വളർത്തിയെടുക്കുന്നതിലും കുട്ടികൾ ആശിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലും ഒരു തരത്തിലുള്ളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സായിട്ട് മാറ്റിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിൽ അമിതമായ താല്പര്യവും ശ്രദ്ധയും വെച്ചു പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ എല്ലാ സ്വപ്നവും ഒന്നിച്ചു ചേരുന്നത് കുട്ടികളിലായിത്തീരുന്നു എന്നുള്ളത്, കുട്ടികളാണ് സ്വപ്നം എന്നുള്ള തരത്തിലേക്കായി മാറുന്നു എന്നുള്ളത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പലരുടെയും, എല്ലാവരുടെയും എന്നുള്ളത് തിരുത്തുക, പലരുടെയും പ്രശ്നങ്ങളുടെ മൂലകേന്ദ്രവും കുട്ടികൾ തന്നെയായിട്ട് മാറുന്നു. അവർ കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വ്യക്തിപരമായ ബന്ധങ്ങളിലുണ്ടാകുന്ന ശിഥിലീകരണം, അതിൽ നിന്നുണ്ടാകുന്ന വേദനകൾ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി വരുന്നു എന്നുള്ളതുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ പരിരക്ഷയും ശുശ്രൂഷയും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഇന്ന് വൈദ്യശാസ്ത്രം അത്രമാത്രം വളരുകയും ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഉചിതമായ തരത്തിലുള്ള ആരോഗ്യമായ പരിരക്ഷ നൽകുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ജനനത്തോടെ കുട്ടികളുടെ മരണം വളരെ കൂടുതലായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇക്കഴിഞ്ഞ എല്ലാ നാട്ടുകളിലും ഇക്കഴിഞ്ഞ 10 ദശകങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടികളുടെ മരണം എന്ന് പറയുന്നതിന് മേലെ ഉണ്ടായിരിക്കുന്ന നിയന്ത്രണം, അഥവാ കുട്ടികളുടെ മരണം കുറക്കുവാൻ, മൊർട്ടാലിറ്റി റേറ്റ് കുറക്കുന്നതിലുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ. കുട്ടികളുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വെച്ച് പുലർത്താൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് രോഗം വന്നാൽ നമ്മുടെ ശ്രദ്ധ മറ്റേത് കാലത്തേക്കാളേറെ നൽകുവാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങളിൽ മറ്റേത് കാലത്തേക്കാളും നമുക്ക് ശ്രദ്ധ വെച്ച് പുലർത്തുവാൻ തക്കതായ സാഹചര്യം ആധുനിക ശാസ്ത്രം നമ്മുടെ മുന്നിൽ നൽകുന്നുണ്ട്. വസ്ത്രം, സുരക്ഷിതത്വം, ഷെൽട്ടർ, വീട് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലും മറ്റേത് കാലത്തേക്കാളേറെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ പോലും ഉണ്ടായിരുന്ന കാലത്തേക്കാളേറെ കൂടുതൽ ആരോഗ്യപരമായ അവസ്ഥ നൽകുന്നതിന് നമ്മുടെ കുടുംബങ്ങൾക്ക്, സാധാരണ രീതിയിലുള്ള അന്തരീക്ഷത്തിലുള്ള കുടുംബങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ സാധ്യമാകുന്നുണ്ട്. ഒരർത്ഥത്തിൽ സൗകര്യങ്ങൾ കൂടി വരികയും കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ആരോഗ്യപരവും സുരക്ഷിതത്വപരവുമായ മേഖലകളിൽ നമുക്ക് വളരെ കൂടുതലായ ശ്രദ്ധ വെച്ച് പുലർത്തുവാനുതകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നതോടൊപ്പം തന്നെ മാനസികമായ കാര്യങ്ങളിൽ കുട്ടികളുടെ വളർച്ചയിൽ നമുക്ക് അനുകൂലമായ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ പാളിച്ചകൾ പറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. കുട്ടികളെ വളർത്തുന്നതിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ ഇന്നും കുടുംബം തന്നെയാണ്. ഒരു കുട്ടി ഒരു സമൂഹത്തിൽ ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് ആ സമൂഹത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ബേസിക് അടിസ്ഥാന വ്യക്തിത്വം എന്ന് പറയുന്നത് ലഭിക്കുന്നത് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്. നിർണായകമായ പങ്ക് വഹിക്കുന്ന ഘടകം ഇന്നും കുടുംബം തന്നെയാണ് കുട്ടികളുടെ വളർച്ചയിൽ. ഇത് കുട്ടികളെ അവരുടെ മേലെയുള്ള ആധിപത്യം വെച്ച് പുലർത്തുന്നത് കൊണ്ടോ അവർക്ക് ഭക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നു എന്നുള്ളത് കൊണ്ടോ മാത്രമല്ല, കുട്ടികൾക്ക് നൽകുന്ന വ്യക്തിത്വം എവിടെ നിന്നാണ് ഉണ്ടായിത്തീരുന്നത് എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിൻ്റെ മൂലഘടകം കുടുംബം തന്നെയാണ് എന്നുള്ളതാണ്. ഒരു കുട്ടി എങ്ങനെയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നതിൽ ആ കുട്ടിയുടെ കുടുംബം മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. തെരുവോരത്ത് പിറന്നു വീഴുന്ന ഒരു കുട്ടിയുടെ വ്യക്തിത്വം ഏതു തരത്തിലായിത്തീരണമെന്ന് തീരുമാനിക്കുന്നതിൽ ആ തെരുവോരത്തുള്ള വളരുന്ന കുട്ടിയുടെ കുടുംബം മുഖ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ പറ്റി വീഴുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം അനുകൂലമോ പ്രതികൂലമോ ആയ തരത്തിൽ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന വിധത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു കുട്ടിയുടെ പിതാവാര് മാതാവാര് എന്നുള്ളത്, പിതാവിൻ്റെ വ്യക്തിത്വം എങ്ങനെ മാതാവിൻ്റെ വ്യക്തിത്വം എങ്ങനെ എന്നുള്ളത്, പിതാവും മാതാവും ഏതു തരത്തിലുള്ള ബന്ധം വെച്ച് പുലർത്തുന്നു എന്നുള്ളത്, സഹോദരങ്ങളുമായി ഈ കുട്ടി ഏതു തരത്തിലുള്ള ബന്ധമാണ് വെച്ച് പുലർത്തുന്നത് എന്നുള്ളതൊക്കെയും തന്നെ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിൽ, വ്യക്തിത്വ വികസനത്തിൽ ഇപ്പോഴും അസാധാരണവും വളരെ ശക്തവുമായ തീവ്രവുമായ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. ഒരർത്ഥത്തിൽ വീട് എങ്ങനെയെന്നുള്ളത് അഥവാ കുടുംബം എങ്ങനെയെന്നുള്ളത് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഘടകമാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആധുനിക സമൂഹത്തിൽ ഒരു കുട്ടി വളരെ കുറഞ്ഞ സമയമാണ് വീട്ടിൽ ചെലവഴിക്കുന്നത്.
ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ എഴുന്നേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നാം ജോലിക്ക് പോയി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ച് ഉച്ചയോടുകൂടി എത്തുന്ന കുട്ടി അതിരാവിലെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടും രാത്രി ഇരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ കിടന്നുറങ്ങുന്നു. രാത്രി ഈ വീട്ടുപഠനം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുട്ടികൾക്ക്, ആശയവിനിമയം കുട്ടികൾക്ക് വളരെ പരിമിതമായ സമയമാണ് ലഭിക്കുന്നത്. വീടിൽ എത്ര നേരം കുട്ടികളുണ്ട് എന്നുള്ളത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മോട് വെച്ച് പുലർത്തുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വീട് മുഖ്യമായ സ്വാധീനം ചെലുത്തുന്ന ഘടകം എന്നുള്ളതായിരിക്കെ തന്നെ കുട്ടി വീടുമായുള്ള ബന്ധം വളരെ പരിമിതമായാണ് വെച്ച് പുലർത്തുന്നത്. അതുമാത്രമല്ല, വീട്ടിൽ ഇനി എത്ര നേരം ചെലവഴിച്ചാലും വീട്ടിന് പുറത്തു കിടക്കുന്ന കുട്ടി, സ്കൂളിലെത്തുന്ന കുട്ടി, സ്കൂൾ സ്വാധീനം ചെലുത്തുന്നത് അതിശക്തമായ തരത്തിലാകുന്നത് കൊണ്ട് വീടിനേക്കാളേറെ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു ഘടകമായിട്ട് സ്കൂൾ മാറുന്നു. വ്യക്തിത്വത്തിൻ്റെ വികസനത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി അതുകൊണ്ടാണ് സ്കൂളിനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മുടെ വീട് നമ്മുടെ കൺട്രോളിലല്ലാതായിത്തീരുന്നത് ഈ കുട്ടികൾ, അഥവാ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതായിത്തീരുന്നത് ഈ കുട്ടികൾ നമ്മുടെ പുറത്ത് കടക്കുമ്പോൾ, നമ്മുടെ വീടിന് പുറത്ത് കടക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ വളരെ കൂടുതലായിട്ട് ചെന്ന് പെടുമ്പോഴാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടി അവരുടെ സമാന വയസ്കരായ സുഹൃത്തുക്കളുമായി ബന്ധം വെച്ച് പുലർത്തുന്നു. പിയർ ഗ്രൂപ്പുകൾ. ഒരു കുട്ടിയുടെ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലിരിക്കുന്ന അഡോളസൻ്റ് ആയിരിക്കുന്ന ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകമായി തീരുന്നതാണ് സമാന വയസ്കരുടെ സംഘങ്ങൾ അഥവാ പിയർ ഗ്രൂപ്പുകൾ, സുഹൃത്ത് സംഘങ്ങൾ. സുഹൃത്ത് സംഘങ്ങളുടെ മേലെയുള്ള നിയന്ത്രണവും രക്ഷിതാക്കൾക്ക് വളരെ പരിമിതമാണ്. ആരായിരിക്കണം എൻ്റെ മകൻ്റെ സുഹൃത്ത് എന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാമെന്നല്ലാതെ അത് തീരുമാനിക്കുന്നതിൽ എനിക്ക് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളുടെ സംഘം പലപ്പോഴും രക്ഷിതാവ് ആഗ്രഹിക്കാത്ത വിധത്തിൽ സ്വാധീനിക്കാനിടയുണ്ട് എന്ന് തന്നെ വരുന്നു. പലപ്പോഴും കുട്ടികളുടെ ആരാധനാ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യമായ തരം വ്യക്തിത്വങ്ങൾ അവരുടെ സമാന വയസ്കരായ സംഘങ്ങളിൽ നിന്നുണ്ടാകുന്ന കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണ്. ഒരു തരത്തിലുള്ള ഹീറോ വർഷിപ്പ് എന്ന് തന്നെ പറയാവുന്നത് വെച്ച് പുലർത്തുന്നവരാണ് അവരുടെ സമാന വയസ്കരായ സംഘങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ. ഞാൻ സൂചിപ്പിക്കുന്നത്, വീട്, കുടുംബം, സൗഹൃദ സംഘം ഇതാ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന കുട്ടികളെ ചെലുത്തുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ. ഒരു TV എത്ര ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിയുടെ കയ്യിലാണ്, വിരലുകളിലാണ് ഇന്ന് ലോകം തന്നെ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മകൻ്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ നിൽക്കുന്നത്. ഈ റിമോട്ട് കൺട്രോളിലാണ് ലോകം ചുറ്റും ഏതൊക്കെ ലോകത്തേക്ക് സഞ്ചരിക്കണമെന്നുള്ള തീരുമാനം എത്തുന്നത്. എൻ്റെ മകനും നിങ്ങളുടെ മക്കളും ഒക്കെയും തന്നെ ചെയ്യാവുന്ന അവരുടെ കൈകൊണ്ട് തീരുമാനിക്കുന്നു ഏത് തരത്തിലുള്ള ഘടകങ്ങളാണ് സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതല്ല. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ കുട്ടികളുടെ വളർച്ചയിൽ ചെലുത്തുന്ന സ്വാധീനം അസാധാരണമാണ്. നമ്മുടെ കാർട്ടൂണുകൾ കുട്ടികൾക്ക് എത്രത്തോളം അഡിക്ഷനായി കഴിഞ്ഞിരിക്കുന്നു, അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാക്കാവുന്നതാണ്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുമോ? ഞാൻ പുതുതായി എടുത്തൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ആദ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നത് TV എന്ന് പറയുന്ന മാധ്യമത്തെ ആ വീട്ടിലേക്ക് കയറ്റാതിരിക്കുക എന്നുള്ളതായിരുന്നു. കുടുംബം കൗൺസിൽ ചേർന്ന് അത് തീരുമാനമെടുക്കുകയും ഒരല്പം മുറുമുറുപ്പോടുകൂടിയാണെങ്കിലും മക്കളും അത് അംഗീകരിക്കുകയും ചെയ്തു. പുതിയ വീട്ടിൽ ഒരു കൊല്ലം കഴിഞ്ഞതിനിടയ്ക്ക് തന്നെ ലോകത്തുള്ള ഏത് സീരിയലിൻ്റെയും കഥ എൻ്റെ മകൾ വന്നിട്ട് മകനോ മകൻ വന്നിട്ട് മകൾക്കോ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. ആ മാധ്യമത്തെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയത് കൊണ്ട് വിശേഷിച്ചൊരു കാര്യവുമില്ലെന്ന് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി അന്ന് തന്നെ ഒരു TV വീട്ടിൽ വരുത്തുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ കഥ പറയുന്നതെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയമെങ്കിലും ലാഭിക്കാമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം വീടിൻ്റെ അകത്ത് വെച്ചാൽ പോലും വീടിന് പുറത്തു നിന്ന് പോലും കുട്ടികളെ സ്വാധീനിക്കുന്നതിന്, തീവ്രമായ തരത്തിൽ സ്വാധീനിക്കുന്നതിനുള്ള സാധ്യത നമുക്ക് പറഞ്ഞു തള്ളാനാകാത്ത ഒരു വസ്തുതയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രമാത്രം. ഒരു കുട്ടിയുടെ വളർച്ചയിൽ വീട്
സ്കൂൾ, സൗഹൃദ സംഘങ്ങൾ, ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ തുടങ്ങിയ 4 ഘടകങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു, ഞാൻ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങുന്നു. കുടുംബം എങ്ങനെയാണ് കുട്ടികളുടെ മേലെ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ അവരുടെ റോൾ മോഡൽസിനെ സ്വീകരിക്കുന്നത്. താൻ നാളെ വലുതായാൽ ഏതെല്ലാം റോളുകളിലൂടെ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ റോളുകൾ റോൾ അവതരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ എത്തുന്നത് കുട്ടികൾക്ക് വീടുകളിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഞാൻ എങ്ങനെയിരിക്കുന്നു എന്നുള്ളതിനുള്ള മെസ്സേജായിട്ട്, സന്ദേശമായിട്ട് മാറുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് കുട്ടിയുടെ ഭാവി ജീവിതത്തെ തന്നെ തീരുമാനിക്കുന്ന മുഖ്യ ഘടകമായിട്ട് തീരുന്നുണ്ട്. ആരോഗ്യപരമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും അനുകൂലമായ വ്യക്തിത്വ വികസനത്തിനുള്ള സാധ്യതയുള്ളത്. വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, എന്നും അടിപിടി കൂടുന്ന അപ്പായും ഉമ്മായുമുള്ള ഒരു വീട്ടിൽ നിന്ന് നല്ല ഒരു സന്ദേശമല്ല ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലേ ലഭിക്കുന്നത്. പൂരിതമായിരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് കുട്ടി മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് നല്ല സന്ദേശങ്ങളല്ല സ്വാംശീകരിക്കുന്നത്. ഞങ്ങളുടെ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി, ഒരു കൗമാരപ്രായത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടി, വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അനുകൂലമായ കുടുംബാന്തരീക്ഷം, ഒട്ടും മോശമല്ലാത്ത വിദ്യാഭ്യാസം, സൗന്ദര്യം ഇവയൊക്കെ ഉണ്ടായിട്ടും ഈ പെൺകുട്ടി വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതികർശനമായി അതിൽ നിന്ന് മാറുവാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് രക്ഷിതാക്കൾ കൗൺസിലിംഗ് സെൻ്ററിൽ എത്തിച്ചതുള്ളത്. സൂക്ഷ്മമായി കുട്ടിയെ വിശകലനം ചെയ്ത് നോക്കിയപ്പോഴാണ്, കുട്ടിയുടെ വ്യക്തിത്വത്തെ വിശകലനം ചെയ്ത് നോക്കിയപ്പോഴാണ് രക്ഷിതാക്കൾ തമ്മിലുള്ള സംഘർഷം ഈ കുട്ടിയെ ഒരു കുടുംബത്തിലേക്ക് മാറ്റപ്പെടുന്നതിന് തടസ്സമായി നിൽക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായത്. ആരോഗ്യപരമായ ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അനുകൂലമായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും മുഖ്യമായ ഘടകമാണ് എന്നുള്ളതാണ് അടിവരയിട്ട് പറയുവാനുള്ളത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഘർഷം വളരെ കൂടുതലാണ് താനും. ഒരു കാലത്ത് എല്ലാം സ്വീകരിച്ചുകൊണ്ട്, എല്ലാറ്റിനും കീഴ്പ്പെട്ടുകൊണ്ട്, ഒരടിമയെപ്പോലെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, പ്രത്യേകിച്ചും ഈ എല്ലാം അടിമയെപ്പോലെ കേട്ടുകൊണ്ടിരുന്ന ഒരു ഭാര്യയെ ഇന്ന് ലഭിക്കുക അപൂർവം ഭർത്താക്കന്മാർക്ക് മാത്രമായിരിക്കും. ഈ കാര്യം കൊണ്ട് തന്നെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വലൈസേഷൻ, വൈയക്തികമായ കാര്യങ്ങളിലുള്ള പ്രാധാന്യം എന്ന് ലോകം വളരെ കൂടുതൽ അംഗീകരിക്കുന്നതാണ്. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് എനിക്ക് ഉപ്പായയാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള കുപ്പായം എടുക്കണമെന്നുള്ളത്. ഞങ്ങൾ 3 സഹോദരന്മാർക്ക്, ഏട്ടൻ, അനിയൻ, ഞാനടക്കമുള്ള 3 ആളുകൾക്ക് ഉപ്പയാണ് കുപ്പായം എടുത്തു കൊണ്ടുവരുന്നത്, അല്ലെ ഉപ്പയാണ് ട്രൗസറോ പാൻസോ എടുത്തു കൊണ്ടുവരുന്നത്. അത് പലപ്പോഴും 3 ആളുകൾക്കും ഒരേ നിറമായിരുന്നു. ഇന്ന് അടുത്തടുത്ത് പ്രായമില്ലാത്ത കുട്ടികളാണെന്ന് വെക്കുക, ഒരേ തരത്തിലുള്ള വസ്ത്രം എടുത്തു കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കുവാനിടയില്ല. ഓരോ ആളിനും ഭക്ഷണ കാര്യങ്ങളിൽ എടുത്തു നോക്കുക. ഒരാൾക്ക് ചായ വേണം, ഒരാൾക്ക് ചായ വേണ്ട. ഒരാൾക്ക് മത്സ്യം വേണം, ഒരാൾക്ക് മത്സ്യം വേണ്ട. ഒരാൾക്ക് മത്സ്യം ഇങ്ങനെ വേണം, വേറൊരാൾക്ക് മത്സ്യം അങ്ങനെ വേണം. വ്യക്തിപരമായ ഓരോ ആളിൻ്റെയും താല്പര്യത്തെ അംഗീകരിക്കാതെ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യം ഇന്ന് ഏറെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വളർന്നു നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് പ്രകടമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: കുട്ടികൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് പ്രവർത്തിച്ചു വരുമ്പോൾ, അതിനുള്ള സാധ്യതകൾ അവരുടെ ലോകം അവർക്ക് പകുത്തു കൊടുക്കുമ്പോൾ, അതിനുള്ള സ്വാതന്ത്ര്യം അവരുടെ ചുറ്റുപാടുകൾ അവർക്ക് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ, അത് അംഗീകരിച്ചു കൊടുക്കാത്ത തരത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ കുട്ടിയുടെ മാനസികമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കുട്ടിയുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മൾ വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതികൂലമായ മറ്റൊരു പ്രത്യാഘാതവും ഉണ്ടാകാനിടയുണ്ട്. ഈ ഒരു തരത്തിലുള്ള വൈരുദ്ധ്യം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് കുട്ടി, എന്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാവ് വേറൊരു ഭാഗത്ത്. കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിയുടെ കഥ പറയാം. ഈ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഡിഗ്രിക്ക് ലിറ്ററേച്ചറിന്, BA ലിറ്ററേച്ചറിനാണ് പഠിക്കുന്നത്. വളരെ ആവേശത്തോടുകൂടെ BA ലിറ്ററേച്ചറിന് ചേരുകയും ആദ്യത്തെ വർഷം തന്നെ മാനസികമായ സംഘർഷം അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയി എഴുതുന്നിടത്ത് നിന്ന് പരാജയപ്പെട്ട് തിരിച്ചു വരികയും ചെയ്തിട്ടുള്ള കുട്ടി കൗൺസിലിംഗ് സെൻറ്ററിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, പ്രീ ഡിഗ്രിക്ക് ഈ കുട്ടി 1ാം തരം വിദ്യാർത്ഥിനിയായിരുന്നു.
നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. ഈ കുട്ടിയുടെ ആഗ്രഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ സോഷ്യൽ സയൻസിന് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് പോകണമെന്നായിരുന്നു. രക്ഷിതാക്കൾക്ക് SSLCക്ക് ഉയർന്ന മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികളും ഒന്നുകിൽ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആകണമെന്ന് വിധി എഴുതിയിട്ടുള്ളവരാണ് കേരളത്തിലുള്ള രക്ഷിതാക്കളിൽ ഭൂരിപക്ഷവും. അതുകൊണ്ട് ഈ കുട്ടിക്കും ആ വിധി തന്നെയാണ് നടപ്പിലാക്കിയിരുന്നത്. സയൻസ് പഠിക്കണമെന്ന് കൽപ്പിച്ചു. സയൻസ് സ്വീകരിച്ചു. സയൻസ് പരീക്ഷ എഴുതി പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സായി. അപ്പോഴാണ് സ്വാഭാവികമായും എൻട്രൻസ് എഴുതണമെന്നുള്ള നിർബന്ധം രക്ഷിതാക്കൾ വെച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ കുട്ടി എൻട്രൻസ് എഴുതി രക്ഷിതാക്കൾക്ക് വേണ്ടി. പക്ഷേ എൻട്രൻസിന് 7 അയലത്ത് പോലും എത്തിയില്ല. അപ്പോൾ കുട്ടിക്ക് അടുത്ത ചാൻസ് വന്നത് തൻ്റെ ഇഷ്ടപ്പെട്ടൊരു വിഷയത്തിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും വീട്ടിൽ പറഞ്ഞു ഞാൻ ലിറ്ററേച്ചറിനാണ് ചേരുന്നത് എന്നുള്ളത്. ലിറ്ററേച്ചറിന് ചേരാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ ആദ്യം എതിർത്തു. നിൻ്റെ താല്പര്യമല്ല, നീ അതിന് ചേർന്നിട്ട് കാര്യമില്ല, വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് കൽപ്പിക്കാൻ തുടങ്ങി. അവസാനം ഈ കുട്ടി കരഞ്ഞു, ഭക്ഷണം ഇല്ലാതെ കിടന്നു, എനിക്കിതല്ലാതെ വേറൊരു വിഷയം പഠിക്കണ്ടെന്ന് പറഞ്ഞു. അവസാനം സമ്മതം കൊടുത്തു. സയൻസിന് ഒഴിവാക്കിക്കൊണ്ട് സോഷ്യൽ സയൻസിന് ലിറ്ററേച്ചറിന് ചേർന്നു. ലിറ്ററേച്ചറിന് ചേർന്ന് കഴിഞ്ഞ തൊട്ടിട്ട് രക്ഷിതാക്കളുടെ സമ്മർദ്ദം വരാൻ തുടങ്ങി. ഈ വിഷയത്തിനല്ല നീ ചേരേണ്ടിയിരുന്നത്, ഈ വിഷയത്തിനല്ല ചേരേണ്ടിയിരുന്നത് എന്നുള്ളത്. ഇവൾ എന്നോട് പറഞ്ഞത്, കൗൺസിലിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻട്രൻസ് എഴുതുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏറ്റവും ഭംഗിയായി അതെങ്ങനെ തോക്കാമെന്നുള്ളത്. അത് ഞാൻ നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഞാൻ രക്ഷിതാക്കളോടുള്ള ഒരു തരത്തിലുള്ള റിവെഞ്ച് ചെയ്യുകയായിരുന്നു, പ്രതികാരം ചെയ്യുകയായിരുന്നു. ഞാൻ പറയുന്നത് ഇഷ്ടാനിഷ്ടങ്ങളെ മാനിക്കാതെ വരുമ്പോൾ ഒരു കുട്ടിയിലുണ്ടാക്കാവുന്ന സംഘർഷം എത്ര ഭീകരമാണ് എന്ന് സൂചിപ്പിക്കാനാണ്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായ കുട്ടികളിൽ. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന മറ്റൊരു കൗൺസിലിംഗ് ഗൾഫ് രാജ്യത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കൂടെയുള്ളതാണെന്നുകൊണ്ട് പറയട്ടെ. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടി, ഭാര്യയും ഭർത്താവും കുട്ടിയും ഗൾഫ് രാജ്യത്തിൽ തന്നെ വളർന്നിട്ടുള്ളത്. സ്വാഭാവികമായും +2 വന്നപ്പോൾ അവരുടെ ഫസ്റ്റ് ചോയ്സ് നാട്ടിലൊരിടത്താകാമെന്ന് പറഞ്ഞു. +2 അവിടെ ചേർത്തി. +2 സാമാന്യം നന്നായിട്ട് വിജയിച്ചു. ഈ കുട്ടിയെ എൻജിനീയറിങ്ങിന് പേയ്മെൻറ്റ് സീറ്റിൽ കാശ് കൊടുത്ത് ചേർത്തി. ആദ്യത്തെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എനിക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല അത്. അവർ കുട്ടിയെ നിർബന്ധിച്ചു, കുട്ടിയെ വഴക്ക് പറഞ്ഞു, കുട്ടിയെ സാധിക്കുമെങ്കിൽ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ ആ പീഡനവും കൂടെ നടത്തി. സ്വാഭാവികമായും കുട്ടി വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയി. അതേപോലെ തന്നെ ചുമരിലെറിഞ്ഞ പന്ത് പോലെ ആ പന്ത് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തി. ഇത് ഈ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി അമ്മ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി അവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുകയാണ്. എന്നാൽ രക്ഷിതാവ് ഇവിടെയുമാണ്, പിതാവ് ഇവിടെയുമാണ്, ഗൾഫ് രാജ്യത്തുമാണ്. സ്വാഭാവികമായും അമ്മയിൽ ഇത് വളരെ ആന്തരികമായ ഒരു സംഘർഷത്തിന് കാരണമാക്കി. സാധാരണ രീതിയിൽ മനഃശാസ്ത്ര ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായ രോഗങ്ങൾ പലപ്പോഴും ശാരീരികമായ ഘടകങ്ങൾ കൊണ്ട് വരാവുന്നതാണ്. എനിക്ക് തലവേദന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരികമായ ഘടകങ്ങൾ കൊണ്ട് വരാവുന്നതാണ്. മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായ സംഘർഷങ്ങൾ കൊണ്ടോ എനിക്ക് തലവേദന വരാവുന്നതാണ്. അഥവാ മാനസികമായ അസ്വാസ്ഥ്യങ്ങളോ മാനസികമായ സംഘർഷങ്ങളോ കൊണ്ടുവരുന്ന രോഗങ്ങളെയാണ് സൈക്കോസമാറ്റിക് ഡിസീസസ് എന്നാണ് പറയാറുള്ളത്. കാരണം മാനസികമായ പ്രശ്നം ശാരീരികമായ പ്രശ്നമായിട്ട് വയറിളക്കം വരാം, തലവേദന വരാം, കൈകാൽ വേദന വരാം. കാരണം ശാരീരികമല്ല, മാനസികം. ഈ ഉമ്മാക്ക് സൈക്കോസമാറ്റിക് ഡിസീസസ് വരാൻ തുടങ്ങി. കുട്ടിയുടെ പഠനം മുടങ്ങിപ്പോയത് കാരണം, അല്ലെങ്കിൽ വഴിക്ക് വെച്ച് മുടങ്ങിപ്പോയത് കാരണം ഉമ്മയെ കൂടെ അത് ബാധിക്കുവാൻ തുടങ്ങി. സ്വാഭാവികമായും ഉമ്മ ഗൾഫിലേക്ക് എഴുതി നിങ്ങൾ ഉടൻ തന്നെ വരണം എന്ന് പറഞ്ഞതിന് ശേഷം കൗൺസിലിംഗ് സെൻറ്ററിലെത്തി ഈ കുട്ടിയെ സൂക്ഷ്മമായി പരിശോധന നടത്തി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കുട്ടിയുടെ ചോയ്സ് അതായിരുന്നില്ല. ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കാതെയാണ്, കുട്ടിയുടെ താല്പര്യം മാനിക്കാതെയാണ് ഈ വിഷയത്തിന് ചേർത്തിയിരുന്നത്. വിഷയം കുട്ടിക്ക് താല്പര്യമില്ലാത്തതായതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഡിസാസ്റ്ററാണ്, ഒരു പൊട്ടിത്തെറിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതമാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്ര മാത്രം. ഒരു കുട്ടി ഏത് വിഷയം പഠിക്കണം, ഏത് വസ്ത്രം തിരഞ്ഞെടുക്കണം, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യം നാം എപ്പോഴൊക്കെ നിഷേധിക്കുന്നുവോ അപ്പോൾ ചിലപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി തീർക്കാവുന്നതാണ്. കുട്ടികൾ പൊതുവെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരോട് തുറന്ന് സംസാരിക്കുന്ന, ഇവിടെ കുട്ടികൾ കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പറയട്ടെ, തുറന്ന് സംസാരിക്കുന്ന, വളരെ സൗഹൃദപൂർവ്വം കൈമാറ്റം ചെയ്യപ്പെടുന്ന, സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടുന്ന,
വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന രക്ഷിതാക്കളെയാണ് ഇന്ന് ഭൂരിപക്ഷം കുട്ടികളും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അധ്യാപകരും ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. വലിയ ബുദ്ധി ഉണ്ടായിട്ട് വലിയ ഡോക്ടറേറ്റുകൾ ഉണ്ടായ ഒരു അധ്യാപകനെയോ അധ്യാപികയേക്കാളേറെ സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടെ പെരുമാറുന്ന അധ്യാപകനെയോ അധ്യാപികയെയോ ആണ് ഇന്നത്തെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. പൊതുവെ ഒരു സമാന തലങ്ങളിൽ നിന്നുകൊണ്ട് ആശയവിനിമയം നടത്തുന്ന രക്ഷിതാക്കളെയോ അധ്യാപകരെയോ ഇഷ്ടപ്പെടുന്ന തലമുറയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ആ സമാനത എന്ന് പറയുമ്പോൾ അവരെ പരിഗണിക്കുക, അവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുക, ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള അംഗീകാരം കൊടുക്കുക, പൊതുവൽക്കരണത്തിലെ കുട്ടിയെ പൊതുവൽക്കരണം ചെയ്തുകൊണ്ട് ജനറലൈസ് ചെയ്തുകൊണ്ടിട്ട് കുട്ടിയെ മൊത്തത്തിൽ എഴുതിത്തള്ളാതിരിക്കുക, താരതമ്യ പഠനം നടത്തിക്കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് കുട്ടികളെ ഇകഴ്ത്താതിരിക്കുക തുടങ്ങിയിരിക്കുന്ന പരിഗണനകളൊക്കെയും തന്നെ ഇന്നത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ തരത്തിലുള്ള വളരെ സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിന്നുണ്ടാവുക എന്ന് പറയുന്നത് ഇന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കുട്ടികൾ കഴിഞ്ഞാടാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല. കുട്ടികളുടെ മേലെയുള്ള നിയന്ത്രണം ഒരു തരത്തിൽ അദൃശ്യമായ തലങ്ങളിൽ വെച്ച് പുലർത്തുന്നതാണ് ഇന്ന് ഏറ്റവും അഭികാമ്യം എന്നാണ് സൂചിപ്പിക്കുന്നത്. ശാരീരികമായ തലത്തിലുള്ള നിയന്ത്രണം നമുക്ക് വെച്ച് പുലർത്താവുന്നതാണ്. സ്വാഭാവികമായും ഭക്ഷണത്തിന് നമ്മളെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിലെ മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്ക് ഒരു രക്ഷിതാക്കളെ കുട്ടികൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ചെറുപ്രായത്തിൽ അടിമയായി നിൽക്കാവുന്നതാണ്. പക്ഷേ കുട്ടികൾ വലുതായി വരുന്നതോടുകൂടെ അവർ ലോകത്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടുകൂടെ വീടിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ വേലി കടന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരെ സ്വാധീനിക്കുന്നത് കാരണം കൊണ്ട് കുട്ടി സൗഹൃദപരമായ സ്നേഹപൂർണമായ സമാനമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ആശയവിനിമയം നടത്തപ്പെടുന്ന രക്ഷിതാക്കളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് നാം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ആയിത്തീരുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്നേഹപൂർണമായ ഒരു അന്തരീക്ഷം കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്നേഹപൂർണമായ അന്തരീക്ഷം എങ്ങനെ നമുക്ക് നൽകാം? ഞാനിതാ എല്ലാ സുഖസൗകര്യങ്ങളും എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്, ഞാനിത് എല്ലാ തരത്തിൽ പഠിക്കുവാനുള്ള അന്തരീക്ഷം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇതുകൊണ്ടായോ? എനിക്ക് സ്നേഹം നിങ്ങൾ തരുന്നുണ്ടോ എന്നുള്ളത്. ഇതേ തരത്തിൽ തന്നെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കൗൺസിലിങ്ങിൽ ഭാര്യയും ചോദിക്കാറുണ്ട്. ഇയാൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടിയിട്ട് സ്നേഹം ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടിയിട്ട് നടക്കുന്ന ഈ മനുഷ്യനെയാണോ എനിക്ക് വേണ്ടത് എന്നുള്ളത്. കുട്ടികളും ഈ ചോദ്യം ചോദിക്കുന്നു. നാം സ്നേഹം കൊടുക്കുന്നുണ്ടോ? സ്നേഹം കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ഏതു തരത്തിൽ ഒരു രക്ഷിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. കുട്ടികളുടെ പ്രതീക്ഷ എന്താണ് എന്നുള്ളത്, രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ളത്. അവന് മാത്തമാറ്റിക്സിൽ കണക്കിൽ 90 മാർക്ക് കിട്ടിയാൽ ഒരു അപ്രീസിയേഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണോ കുട്ടി പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് അത് നൽകേണ്ടിയിരിക്കുന്നു. ഒരാളിൻ്റെ പ്രതീക്ഷ മറ്റേയാളിൻ്റെ ഉത്തരവാദിത്തമായിട്ട് തീരുകയും ഉത്തരവാദിത്തമായിട്ട് കാണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഞാൻ ആ വ്യക്തിയോട് അടുത്ത് വരുന്നു. ഇതൊരു ഒൺ വേ ട്രാഫിക് അല്ല. ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ലളിതമാണ് ഈ ഫോർമുല. ഞാൻ രാവിലെ ഭർത്താവ് എന്നുള്ള എനിക്ക് രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ വായിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചൂടുള്ളൊരു ചായയുമായിട്ട് എൻ്റെ ഭാര്യ എങ്ങനെ മന്നം പ്രത്യക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അതെൻ്റെ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ എൻ്റെ ഭാര്യ എനിക്ക് നിറവേറ്റി തരുന്നുണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഭാര്യ എന്ന് പറയുന്ന റോളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന, രാവിലെ തന്നെ ഉറക്കമണിയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിട്ട് അത് തീരുന്നു. ഞാൻ എഴുന്നേറ്റ് പത്രം വായിച്ച് പത്രം മടക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴുക്കാൻ തൂക്കായിട്ട് നടന്നു കഴിഞ്ഞ് അപ്പോഴും ഭാര്യ കൂട്ടുവായിട്ട് കൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷക്കൊത്താത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ട് ഞാനിത് കണക്കാക്കുന്നു. ഞാൻ ഭാര്യയിൽ നിന്ന് അകലുന്നു. ഞാൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്തോ അതെനിക്ക് കിട്ടാതെ പോരുന്നു. ഇത് ഭർത്താവ് മാത്രം വെച്ചു പുലർത്തുന്ന ഒരു പ്രതീക്ഷയല്ല. ഭാര്യ എനിക്ക് ചായ തരുന്നു, എനിക്കിഷ്ടമാകുന്നു. സ്വാഭാവികമായും ഭാര്യ പറയുന്നു, ഇന്ന് വൈകുന്നേരം നിങ്ങൾ നേരത്തെ വരണം കേട്ടോ. ഭാര്യയുടെ പ്രതീക്ഷയാണ്. ഞാൻ അന്ന് സാധാരണ ചെല്ലുന്നത് രാത്രി 9 മണിക്ക്, അന്ന് ചെന്നിരിക്കുന്നത് രാത്രി 10 മണിക്കോ 11 മണിക്കോ ആണെന്ന് വിചാരിക്കുക. ഭാര്യയുടെ പ്രതീക്ഷ ഞാൻ എൻ്റെ കടമയായി ഉത്തരവാദിത്തമല്ലാതായി കണക്കാക്കുന്നു. എവിടെ ഏത് ബന്ധങ്ങളിൽ ഒരാളിൻ്റെ പ്രതീക്ഷക്കൊത്ത വിധത്തിൽ കടമ നൽകുന്നുവോ കാണിക്കുന്നുവോ, ആ കടമ കാണിക്കുന്ന ആളിൻ്റെ പ്രതീക്ഷക്കൊത്ത വിധത്തിൽ ആദ്യത്തെ ആൾ ഉത്തരവാദിത്തം കാണിക്കുന്നു, അവിടെ ബന്ധം സുദൃഢമാകുന്നു. നാം കുട്ടികളെ വളർത്തുമ്പോൾ ഈ മനഃശാസ്ത്രപരമായ പാഠം മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സ്പെക്റ്റേഷൻ റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുള്ളത്. കുട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എക്സ്പെക്റ്റേഷൻ എന്താണ്? എനിക്ക് എന്തെല്ലാം കൊടുക്കുവാൻ സാധിക്കും?
കൊടുക്കുവാൻ സാധിക്കുന്നതെന്തോ അത് ഞാൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് കൊടുക്കുന്നത് കുട്ടിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ അത് എത്രയും നേരത്തെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് കുട്ടിയെ എന്നോട് അടുപ്പിക്കുവാൻ കാരണമാക്കി തീർക്കുന്നു. സ്വാഭാവികമായും കുട്ടിയിൽ എനിക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുവാനുള്ള അവകാശം വരുന്നു. എൻ്റെ പ്രതീക്ഷക്കൊത്ത വിധത്തിൽ കുട്ടി ഉത്തരവാദിത്വം കാണിക്കുവാനുള്ള മതിയായ കാരണമായിത്തീരുന്നു. ഒരു സ്വേച്ഛാധിപതിയായ രക്ഷിതാവ്, അതോറിറ്റേറിയൻ പാരന്റ് ഒരു കാരണവശാലും ഇങ്ങനെയല്ല പെരുമാറുന്നത്. ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ തത്വങ്ങൾ വെച്ചുകൊണ്ടിട്ട് പറയാറുണ്ട്, ഒരു അഡൾട്ട് പാരന്റ് എന്ന് പറയുന്നത്, നമ്മളൊക്കെയും ഒരു അഡൾട്ട് പാരന്റ്, ഇത് ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഇന്നത് പഠിച്ചാൽ മതി കേട്ടോ എന്ന് പറയുന്ന ഒരു അഡൾട്ട് പാരന്റ് ഇന്ന് പലപ്പോഴും കുട്ടികൾ ഇഷ്ടപ്പെടാത്ത ഒരു റോളാണ്. മറിച്ച് സൗഹൃദപൂർണമായി കുട്ടിയുടെ പ്രതീക്ഷക്കൊത്ത വിധത്തിൽ അവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുന്ന രക്ഷിതാവായിരിക്കും വിജയകരമായ ഫലങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഈ ബന്ധം സുദൃഢമാകുന്ന തത്വം നാം മനസ്സിലാക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമുക്ക് സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൂടുതൽ നൽകുവാൻ സാധിക്കുക. അപ്പോഴായിരിക്കും സ്വാതന്ത്ര്യം കുട്ടിക്ക് നൽകുകയും ഉത്തരവാദിത്തമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന തരത്തിലുള്ളതാക്കി തീർക്കുകയും ഉത്തരവാദിത്തം സെൽഫ് റെസ്പോൺസിബിൾ ഉള്ളവരാക്കി തീർക്കുവാനും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുക. അപ്പോൾ സ്വാഭാവികമായും അനുകൂലമായ പഠനത്തിലേക്കും ഒരു വഴിതെളിയിക്കുന്നതിന് കാരണമായിത്തീരുന്നു. രക്ഷിതാക്കൾ പലപ്പോഴും വളരെ അതിവിമർശനം നടത്തുന്നവരായിത്തീരുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ മാത്രമായിത്തീരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം, പ്രത്യാഘാതം ഭീകരമാണ്. ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് കണക്കിൽ 90 മാർക്ക് കിട്ടി. 90 മാർക്ക് കിട്ടിയ സന്തോഷം. ക്ലാസ്സിൽ ടീച്ചർ തന്നെ പറഞ്ഞു, വെരി ഗുഡ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അഭിനന്ദിച്ചു. ഞാൻ 90 മാർക്ക് കിട്ടിയ ആൻസർ പേപ്പറുമായിട്ട് വീട്ടിൽ ചെന്നു, ഉപ്പാക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഉപ്പ ഇത് നോക്കി, ഓ, ഒരു 10 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കണുള്ളത്. ഈ കുട്ടി പ്രതീക്ഷിച്ചിരുന്നത് അതായിരുന്നില്ല. ഞാനും നിങ്ങൾ പലരും ദൈവവിശ്വാസികളാണല്ലോ. ഈ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവവിശ്വാസം അടിവരയിടുന്ന ഒന്നായിരുന്നു. അടുത്ത പരീക്ഷയ്ക്ക് കുട്ടിക്ക് ടൈഫോയിഡ് വന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു, നിർബന്ധമായിട്ടും പറഞ്ഞു, പരീക്ഷ എഴുതിക്കോട്ടെ, നന്നായിട്ട് പഠിക്കുന്നില്ല, എങ്ങനെ എഴുതിയാലും ഒരുവിധം മാർക്കൊക്കെ കിട്ടും, പരീക്ഷ എഴുതാതിരിക്കേണ്ട, ടൈഫോയിഡ് ഒരല്പം മാറി കഴിയുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 10. ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ബാപ്പാ 90 10 100 എന്ന് ചോദിച്ചു. ഞാനിത് പറഞ്ഞതൊരു കഥയല്ല. മനുഷ്യർ പലപ്പോഴും കുട്ടികളുടെ മേലെ വെച്ച് പുലർത്തുന്ന അതിവിമർശനം കുട്ടികളുടെ ആരോഗ്യപരമായ ബന്ധത്തിന് വളർച്ചയ്ക്ക് കാരണമാക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ്. നാം വീട്ടിൽ കുട്ടിക്ക് പഠിക്കാൻ ഒരിടം കൊടുക്കുന്നുണ്ടോ? കുടുംബാന്തരീക്ഷത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. പലപ്പോഴും നമ്മൾ വീട്ടിൽ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ട് വീടുണ്ടാക്കുമ്പോൾ മയ്യത്ത് വെക്കുവാൻ എപ്പോഴും ഒരു സ്ഥലം കാണും. വീടുണ്ടാക്കുമ്പോൾ മയ്യത്ത് വെക്കാൻ, വീട്ടിൽ എപ്പോഴെങ്കിലാണ് മരിക്കുക, ആരും മരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്, എന്നാൽ പോലും മയ്യത്ത് വെക്കാനും മയ്യത്ത് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കും. സൗകര്യം വേണ്ടത് തന്നെ. പക്ഷേ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, കുട്ടിക്കിരുന്ന് പഠിക്കാനുള്ളൊരു സ്പേസോ ഒരു മുറിയോ ഇല്ല. അനേകം മുറികൾ ഉണ്ടാക്കും, പക്ഷെ കുട്ടിക്കിരുന്ന്, എൻ്റെ മക്കൾക്കിരുന്ന് പഠിക്കുവാനുള്ള ഒരു സ്പേസ് ഉണ്ടോ? വീടുണ്ടാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പഠനത്തിനുള്ള ഒരു കോർണറെങ്കിലും ഉണ്ടാക്കാത്തത്. ഇനി അഥവാ പഠിക്കുവാനൊരു സ്പേസ് ഉണ്ടാക്കിയാൽ ആ സ്പേസിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഞാനും എൻ്റെ ഭാര്യയും ഇരുന്നിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിരിക്കും എൻ്റെ TV ഏറ്റവും പൂർണ്ണമായ ഉച്ചത്തിൽ അതിൻ്റെ ശബ്ദം മുഴക്കിക്കൊണ്ടിട്ട് അത് പ്രകടനം നടത്തുന്നത്. പഠനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭൗതികേതരവുമായ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഇതിന് പ്രധാനപ്പെട്ട സ്വാധീനവുമുണ്ട്. പഠിക്കുവാനുള്ളൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നീ പഠിക്കേണ്ടവനാണ്, പഠിക്കേണ്ടവളാണ് എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. പഠിക്കുവാനുള്ള ഒരു സൗകര്യം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ ആ സൗകര്യം ഉപയോഗിക്കുവാനുള്ള ഒരു പ്രേരണയാണ് നമ്മൾക്ക് കുട്ടികൾക്ക് നൽകുന്നത്. ഈ അന്തരീക്ഷം നമ്മൾക്ക് എത്രത്തോളം നമുക്ക് വീട്ടിൽ നൽകുവാൻ സാധിക്കുന്നു അത്രത്തോളം കുടുംബം കുട്ടികളുടെ വളർത്തിയെടുക്കുന്നതിന് അനുകൂലം ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കി തീർക്കുക. തീർച്ചയായും ഒരു കുട്ടിയെ മനസ്സിലാക്കുന്നതിൽ ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾക്ക് പരാജയപ്പെടാറുണ്ട്. കുട്ടികൾ മനസ്സിലാക്കുന്നതിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലരെങ്കിലും, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലെത്തുന്ന കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. മുന്നിലെത്തുന്ന രക്ഷിതാക്കൾ പലപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ലോകത്തുള്ള ഒരുപാട് ആളുകളെ അറിയാം, എൻ്റെ മോനെ മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ചും ഈ ഒരു 18-16 വയസ്സായി കഴിഞ്ഞിരിക്കുന്ന പയ്യനെ മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഒരു കുട്ടിയോട് നാം രക്ഷിതാക്കൾ വെച്ചു പുലർത്തേണ്ടുന്ന അപ്രോച്ച് വ്യക്തി കേന്ദ്രീകൃതമായിരിക്കണം എന്നുള്ളതാണ് മനഃശാസ്ത്രം സൂചിപ്പിക്കുന്നത്. അവൻ അല്ലെങ്കിൽ അവൾ
മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയോ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനോ അവൾക്കോ തുല്യമായ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലോ വീട്ടിന് പുറത്തോ ഇല്ല. ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച്, ഇൻഡിവിജ്വൽ സെൻറ്റേഡ് അപ്രോച്ച് നമ്മുടെ കുട്ടികളോട് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ബാഹ്യതലങ്ങളിൽ ഇരിക്കുന്ന ഘടകങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുമ്പോൾ അബദ്ധം പറ്റാവുന്നതാണ്. ഒരാളിൻ്റെ വേഷത്തെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ആ വ്യക്തിത്വത്തെക്കുറിച്ചൊരു പൂർണ്ണ ചിത്രം എത്തിക്കൊള്ളണമെന്നില്ല. എൻ്റെ നരച്ച മുടിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രായം തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാളിച്ച സംഭവിക്കാനാണ് ഇടയുള്ളത് എന്നുള്ളത് കൊണ്ട് ബാഹ്യമായ തലങ്ങൾക്കപ്പുറം നാം ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ആന്തരികമായ തലങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിത്വത്തെ വിശദീകരിക്കുമ്പോൾ ജോ ഹാരി എന്ന് പറയുന്ന 2 മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് വ്യക്തിത്വത്തിന് 4 ഘടകങ്ങളുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ വിൻഡോ. ജോ ഹാരി വിൻഡോ ആണെന്ന് പറയുന്നതല്ല. ഈ ജനലിന് 4 കള്ളികളുണ്ട്, 4 വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗം, ഒരു കള്ളി, 4 കള്ളികളിൽ ഒന്ന് ബാഹ്യമായ വ്യക്തിത്വത്തിൻ്റെ ഘടകമാണ്. ഞാൻ എന്ത് വേഷം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. എനിക്കറിയാവുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകം, നിങ്ങൾക്കറിയാവുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകമാണ് എൻ്റെ വ്യക്തിത്വത്തിലെ ബാഹ്യ ഘടകം അഥവാ ഓപ്പൺ സൈഡ് ഓഫ് മൈ പേഴ്സണാലിറ്റി. ഒരാൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക്, ഒരാൾ എങ്ങനെ വർത്തമാനം പറയുന്നു എന്നുള്ളത് അയാൾക്കും എനിക്കും അറിയാമെങ്കിൽ അതാണ് അയാളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യതലം. എന്നാൽ ബാഹ്യതലം മാത്രമല്ല വ്യക്തിത്വത്തിലുള്ളത്, ആന്തരികമായ തലങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഒളിപ്പിച്ചു വെക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകം. എൻ്റെ പേര് ഹാഫിസ് മുഹമ്മദ്, ഒരു മുസ്ലിം. ഞാൻ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാൻ പറയാത്തിടത്തോളം കാലം നിങ്ങൾക്കതിലൊരു പൂർണ്ണമായ തീരുമാനം എത്തുവാനുള്ള സാധ്യതയില്ല. പൂർണ്ണമായ തീരുമാനം എത്തിയാൽ ശരിയായി കൊള്ളണമെന്നുമില്ല. ഞാനതെൻ്റെ വ്യക്തിത്വത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഘടകമാണ് പറയാതിരിക്കുന്നിടത്തോളം കാലം. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഫറൂഖ് കോളേജിൽ പഠിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ. അടുത്ത പ്രസ്താവന എങ്ങനെ? ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനിയെ തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. 2. മൂന്നാമത്തെ പ്രസ്താവന, ഞാൻ 3 വർഷം പഠിപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അപ്പോൾ എന്ന് പറയാവുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് എത്താവുന്നതാണ്. പക്ഷേ അത് ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ഘടകമാണ്. സുഹൃത്തുക്കളെ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അത് വളരെ അറേഞ്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാരേജ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ ഇടയില്ലാത്തതാണത്. കാരണം ഞാനത് ഒളിപ്പിച്ചു വെക്കുന്ന ഒന്നാണ്. വ്യക്തിത്വത്തിൽ ഹിഡൻ ആയി വെക്കുന്നതാണ് 2ാമത്തെ കള്ളിയിലുള്ളത്. ഒളിപ്പിച്ചു വെക്കുന്ന ഘടകം ഒരു കാരണവശാലും അയാൾ അല്ലെങ്കിൽ അവർ തുറന്നു കാണിക്കാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അവിടെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഭർത്താവ് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, സ്നേഹം ഹിഡൻ ആയതുകൊണ്ട് കാര്യമില്ല, സ്നേഹം ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടി താക്കോലും കൊണ്ട് നടന്നത് കൊണ്ട് കാര്യമില്ല. സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്, സ്നേഹം കാണിക്കേണ്ടതാണ്, സ്നേഹം മറ്റുള്ളവർക്ക് ആസ്വദിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങൾ എന്തോ അതാണ് എൻ്റെ ഹിഡൻ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. ആദ്യത്തേത് ബാഹ്യതലത്തിലുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നത്. ആന്തരിക തലത്തിലുള്ളത് ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത്. ഇറ്റ് ഈസ് നോൺ ടു മീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് നോൺ ടു യു. ഈ ഹിഡൻ പാർട്ട് എൻ്റെ കുട്ടിയിലുണ്ട്. ഈ ഹിഡൻ പാർട്ട് ഞാൻ വളർത്തുന്ന എൻ്റെ മകനിലുണ്ട്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ കുട്ടികളൊക്കെ വളരെ സൗഹൃദത്തിലാണ് പെരുമാറുന്നത്, കുട്ടികൾ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നുള്ളത്. അപ്പം തന്നെ ഞാനൊരു ഇൻ്റഗ്രേഷൻ നടത്തി. അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? പ്രായത്തിൽ ചില കാര്യങ്ങളൊക്കെ കുട്ടികൾ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കും, നമ്മൾ കുട്ടികളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കും. അത് ബോധപൂർവ്വം ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളത്. ഈ കുട്ടി രക്ഷിതാക്കൾ അറിയാതെ ഒരു വലിയ പ്രശ്നത്തിൽ ചെന്നുപെട്ട് അത് ഈ കുട്ടി ഒളിപ്പിച്ചു വെച്ചു. കുറേ കാലം ഒളിപ്പിച്ചു വെച്ച് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ വഴി പുറത്തറിഞ്ഞു. ഈ രക്ഷിതാവ് തന്നെ വന്നിട്ട് പറയുന്നത് പിന്നീട് ഈ കാര്യം മാത്രം എന്നോട് അവൻ പറഞ്ഞില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മളറിയാതെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ പോലും, ഭാര്യഭർത്തൃ ബന്ധത്തിൽ പോലും, അച്ഛൻ മകൻ ബന്ധത്തിൽ പോലും, നമ്മുടെ സൗഹൃദങ്ങളിൽ പോലും നാം പലതും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലതും ഈ കുട്ടിയിലുണ്ട്, ഈ കുട്ടി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞിരിക്കണമെങ്കിൽ സൗഹൃദപൂർണമായൊരു അന്തരീക്ഷത്തിലാണ് ഇന്ന് സാധിക്കുക. എല്ലാം ഒരു തത്തയെപ്പോലെ നാട്ടിൽ നടക്കുന്നതും അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്നതും ഒക്കെയും തന്നെ കുട്ടി വന്ന് പറയണമെങ്കിൽ അനുകൂലമായൊരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം. കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടി സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുന്നു.
രക്ഷിതാക്കൾ പറയുന്നു, എൻ്റെ ഈ കഥകൾ മാത്രം നിർത്ത്, എൻ്റെ ചങ്ങാതിമാർ എന്നെ എവിടെ സംഭവിച്ചിട്ടുള്ളത്, എൻ്റെ ബസ്സിലുണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. കുട്ടിക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിൻ്റെ പല കാര്യങ്ങളും അറിയുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. സ്വാഭാവികമായും ഈ കുട്ടി ഒളിപ്പിച്ചു വെക്കുവാനാണ് പരിശീലനം നേടുന്നത്. അപ്പോൾ കുട്ടിയെ തുറന്ന് സംസാരിക്കുന്ന ഒരാളാക്കി തീർക്കണമെങ്കിൽ കുട്ടി എന്ത് സംഭവിക്കുന്നുവോ ആ സംഭവിക്കുന്നത് വീട്ടിൽ വന്ന് ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ നമുക്ക് പകുത്തു തരുന്ന ഒരു അന്തരീക്ഷം നാം ഉണ്ടാക്കി തീർക്കണമെങ്കിൽ സ്വാഭാവികമായും സ്നേഹപൂർണമായ സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും സാധിക്കുക. ഒരു കുട്ടി ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ കുട്ടി ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിൻ്റെ കടമയായിട്ട് തീരുന്നു, രക്ഷിതാവിൻ്റെ വലിയ ഉത്തരവാദിത്വമായിട്ട് വരുന്നു. വ്യക്തിത്വത്തിലെ ആദ്യ ഘടകം ബാഹ്യം, രണ്ടാമത്തെ ഘടകം ഒളിപ്പിച്ചു വെക്കുന്ന ഘടകം രഹസ്യം, മൂന്നാമത്തെ കള്ളിയിൽ നിൽക്കുന്നത് കുട്ടിക്കറിയില്ല, എന്നാൽ രക്ഷിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ദ ചൈൽഡ് ബട്ട് ഇറ്റ് ഈസ് നോൺ ടു അതേഴ്സ് ഇൻക്ലൂഡിങ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇതിനാണ് ബ്ലൈൻഡ് ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അന്ധമാണ് എന്നുള്ളത്. ഒരു ഉദാഹരണത്തിന്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പാകപ്പിഴവ് അക്ഷരത്തിലോ എന്തെങ്കിലും വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിക്കുക, ഞാനത് കേൾക്കുന്നില്ല എന്നും വിചാരിക്കുക, ഞാനത് അറിയുന്നില്ല എന്നും വിചാരിക്കുക. എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ അറിയാതെ പോകുന്ന ഒരു ഘടകമാണത്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരിക്കലൊരു രാഷ്ട്രീയ നേതാവ് വന്നു. അയാൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതായ പ്രശ്നങ്ങൾ പലതും പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ളതായ പ്രശ്നം ഒരു 10 ഉണ്ടായിട്ടുള്ളതായ പറഞ്ഞപ്പോൾ കുട്ടികൾ നിങ്ങളെപ്പോലെ തന്നെ ചിരിക്കാൻ തുടങ്ങി. ഫറൂഖ് കോളേജിൻ്റെ 40ാം വാർഷികാഘോഷ ദിനത്തിൽ സംഭവിച്ചതാണിതുള്ളത്. ഇദ്ദേഹം നിയമജ്ഞനാണ്, ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. ഹി വാസ് ബ്ലൈൻഡ്. അദ്ദേഹം ആ പറയുന്ന എന്തോ അത് അദ്ദേഹം ബ്ലൈൻഡായിരുന്നു, മറ്റുള്ളവർക്ക് അതറിയാവുന്നതുമാണ്. കുട്ടി അറിയാതെ പോകുന്ന, കുട്ടി അന്ധമായിരിക്കുന്ന, എന്നാൽ രക്ഷിതാക്കളായ നമ്മൾ കാണുന്ന ചില ഘടകങ്ങളുണ്ട്. അത് കുട്ടിയെ ബോധ്യപ്പെടുത്തണം. കൽപ്പനകളിലൂടെ അത് കുട്ടിയെ കൽപ്പനയിലൂടെ അത് അടിച്ചേൽപ്പിക്കുവാൻ സാധ്യമല്ല. മനസ്സിലാക്കിച്ചുകൊണ്ട് കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഘടകത്തിൽ അനുകൂലമായൊരു മാറ്റമുണ്ടാക്കുവാനാണ് ശ്രമിക്കേണ്ടത്. 4ാമത്തെ ഘടകം അൺനോൺ ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ദ ചൈൽഡ് or it is not known to the person, it is not known to others. മറ്റുള്ളവർക്കറിയാത്ത, എനിക്കും അറിയാത്ത എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകം അൺനോൺ. ഞാനൊരു ദശദിന ക്യാമ്പിന് പോയി. ദശദിന ക്യാമ്പിൽ വയലട എന്ന് പറയുന്ന ഒരു കുന്നും പ്രദേശത്തുള്ളൊരു ക്യാമ്പിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ 10 ദിവസത്തെ ക്യാമ്പിലാകുമ്പോൾ കുറച്ച് അടുപ്പമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ചില ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാമിൽ വട്ടത്തിലിരുന്ന് ഓരോ കുട്ടിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐറ്റം അവതരിപ്പിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് വിറക്കാൻ തുടങ്ങി. സർ എന്ന് പറഞ്ഞിട്ട് വിറക്കാൻ തുടങ്ങി. സ്വാഭാവികമായും മറ്റു കുട്ടികൾ പറഞ്ഞു നോ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ചാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇരിക്കി, പ്രശ്നമില്ല, എല്ലാവരും അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നീയും അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസത്തോടു കൂടി തൽക്കാലത്തേക്കുള്ള ഒരു വിടുതലാണല്ലോ, ആ കുട്ടി അവിടെ ഇരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓരോന്നോരോന്ന് അവതരിപ്പിച്ചു. ഞാനും എൻ്റെ പരിവരുത്ത ശബ്ദം കൊണ്ടൊരു പാട്ട് പാടി. അത് കഴിഞ്ഞ് ഇവൻ്റെ അടുത്തെത്തി ചാൻസ്. ഞാൻ പറഞ്ഞു നൗ ഇറ്റ് ഈസ് യുവർ ടേൺ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ കുറച്ചുകൂടി ധൈര്യത്തിൽ ഇവൻ എണീറ്റ് നിന്നു. പക്ഷെ അപ്പോഴും അവന് വിറക്കുന്നുണ്ട്, അവനെ ഞങ്ങളെ അഭിമുഖീകരിക്കാൻ വയ്യ. ഇവൻ്റെ പേര് വിളിച്ച് ബാക്കിയുള്ളവർ പ്ലീസ് 1 2 3 എന്ന് പറഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കിയൊരു പ്രോത്സാഹനമൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ല. ഒരല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയും ഇല്ല എന്ന് ഞങ്ങളും പറഞ്ഞു. ഒരു രക്ഷയില്ല, നീ എന്തെങ്കിലും അവതരിപ്പിച്ച് വെക്കൂ, നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ എവിടെ നിന്നോ വന്നൊരു ശബ്ദത്തിൽ സർ ഞാൻ മോണോ ആക്ട്, പ്ലീസ് മോണോ ആക്ടോ, എല്ലാവരും കൈമുട്ടി മോണോ ആക്ട് എന്ന് പറഞ്ഞിട്ട്. അവിശ്വസിക്കാനാണ് ഇട. അവൻ ഏകദേശം 11-12 മിനിറ്റ് ഒരു മോണോ ആക്ട് അവതരിപ്പിച്ചു. അസാധാരണമായിരുന്നു, ഒരിക്കലും വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ളൊരു പ്രകടനമായിരുന്നു. സാധാരണ രീതിയിൽ മോണോ ആക്ട് ഈ നമ്മുടെ കലാഭവൻ അവതരിപ്പിച്ച മോണോ ആക്ട് തന്നെയാണ് ഈ കലാലയങ്ങളിലൊക്കെയും തന്നെ ഇങ്ങനെ തത്തി കളിക്കാറുള്ളത്. ഇത് വളരെ ഒറിജിനലായിരിക്കുന്നൊരു ഐഡിയ. പിറ്റേന്ന് ക്യാമ്പ് വർക്ക് കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് പുഴയുടെ തീരത്ത് ഇരിക്കുമ്പോൾ ഞാനും ഇവൻ്റെ തൊട്ടടുത്ത് ചേർന്നു. ഞാൻ ചോദിച്ചു, നേരത്തെ മോണോ ആക്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ? സർ നോ, ബിലീവ് മീ സർ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വിശ്വസിച്ചു. അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇല്ല സർ, ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. ഇറ്റ് വാസ് എക്സലൻറ്റ് സർ.
ഒരു സന്തോഷത്തോടു കൂടി, എന്നാൽ അവനെ പോലും വിശ്വസിക്കാനാകാതെ. ഞാൻ ചോദിച്ചു, നീ എപ്പോഴെങ്കിലും മോണാക്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ കാണുമ്പം വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കഴിഞ്ഞു എന്ന് തന്നെ തോന്നുന്നില്ല സാർ എന്ന് പറഞ്ഞു. കഴിയുന്നു തന്നെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി നീ അവതരിപ്പിച്ചത് കണ്ടില്ലേ, ബാക്കിയുള്ളവർ അംഗീകരിച്ച്. ചില കുട്ടികളും പറഞ്ഞു സാർ എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുക, അവൻ അന്നേ വരെ തൻ്റെ വ്യക്തിത്വത്തിൽ അത്തരത്തിലുള്ള ഒരു ഘടകമുണ്ട് എന്നുള്ളത് അറിയാതെ കിടക്കുകയായിരുന്നു. മറ്റുള്ളവർക്കും അത് അറിയുകയില്ലായിരുന്നു. ചില അപൂർവമായ നിമിഷങ്ങളിൽ, ധന്യമുഹൂർത്തങ്ങളിൽ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വ്യക്തിയിലുള്ള ഈ അനുകൂലമോ പ്രതികൂലമോ ആയി നിൽക്കുന്ന ഘടകം കണ്ടെത്തുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായേക്കാം. ഇതാണ് അൺനോൺ ആസ്പെക്ട് ഓഫ് ദ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ബാഹ്യതലങ്ങളിലുള്ള ഘടകങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവൻ്റെ വേഷത്തെ അടിസ്ഥാനത്തിൽ നിഗമനം നടത്തുകയാണെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു പരാജയമായിരിക്കും. എൻ്റെ കോളേജിലൊരു സ്റ്റുഡൻറ്റ് ചേരാൻ വന്നു. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഇവൻ ഗൾഫിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മംഗലാപുരത്തൊരു കോഴ്സിന് ചേർന്ന് ആ കോഴ്സ് അവന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഫറൂഖ് കോളേജിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന അധ്യാപകർ ഇവൻ പുറത്തു പോയപ്പോൾ പറഞ്ഞു, അവൻ്റെ വേഷം കണ്ടില്ലേ, ഇവൻ ഇവിടെ വലിയ ഗുലുമാലുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് വളരെ അബ്സേർഡായിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ്. ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ കുറ്റം പറയുകയല്ല, ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു അപകടമാണിത്. ബാഹ്യതലങ്ങളിൽ നിൽക്കുന്ന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിലയിരുത്തുക. കുട്ടിയെ ഒരു കാരണവശാലും ഓപ്പൺ സൈഡിനെ മാത്രം അടിവരയിട്ടുകൊണ്ട് വിലയിരുത്താതിരിക്കുക. ഏറ്റവും കൂടുതലായി ആ കുട്ടി ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങൾ എന്ത്, അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അബോധപൂർവമോ ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുവാൻ ഒരു രക്ഷിതാക്കൾക്ക് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും വീട്ടിലുണ്ടായിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ ജോഹാരി വിൻഡോ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൽ ഒരു സമീപനം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അത് ഏത് ബന്ധത്തിലായാലും, ഭാര്യഭർത്തൃ ബന്ധത്തിലും, ഒരു സെയിൽസ്മാൻ എന്നുള്ള നിലക്കും എനിക്ക് എൻ്റെ ഈ മനഃശാസ്ത്രപരമായ ഈ തത്വം പ്രയോഗവൽക്കരിക്കാവുന്നതാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാനിത് പ്രയോഗവൽക്കരിക്കുകയും അനുകൂലമായ ഫലം ഞാൻ കണ്ടെടുക്കുകയും ചെയ്യുന്ന ആളാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുവാനുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പിതാക്കന്മാർ എപ്പോഴും പ്രതികളായിത്തീരുന്നത്. കുട്ടികളോടൊപ്പം ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മുടെ രക്ഷിതാക്കളിൽ ഞാനടക്കമുള്ള പുരുഷന്മാർ സമയം ചെലവഴിക്കുന്നതിൽ പല കാരണങ്ങളുണ്ടെങ്കിൽ തന്നെയും ചെലവഴിക്കുന്നതിൽ പരാജയപ്പെടാറുള്ളത്. ഒരു കുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കണമെന്നുള്ളത് പ്രധാനമാണ്. ജോലി സംബന്ധമായി അനുകൂലമായ സാഹചര്യങ്ങളല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ ഏറ്റവും ഉചിതമായ തരത്തിൽ ഉപയോഗിക്കുക. കുട്ടിയെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വീക്കെൻഡാണെന്ന് വിചാരിക്കുക. 1 മണിക്കൂർ കുട്ടിയോടൊപ്പം നടക്കാൻ പോവുക. അവൻ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൾ സംസാരിക്കട്ടെ. അവൻ്റെ കഥകൾ കേൾക്കാൻ രക്ഷിതാവ് തയ്യാറാവുക. അവൻ്റെ അനുഭവങ്ങളും അവൻ്റെ മോഹങ്ങളും അവൻ്റെ സ്വപ്നങ്ങളും കേൾക്കുവാൻ രക്ഷിതാവ് തയ്യാറാകുക. അത് വിമർശന ബുദ്ധ്യാ കൈകാര്യം ചെയ്യാതിരിക്കുക. അത് പരിഹാസ രൂപേണ അവൻ്റെ പലപ്പോഴും ഒരു കുട്ടിപ്രായത്തിൽ നമ്മുടെ കൽപ്പിതമായ ഒരുതരം ഒരു ഭ്രമാത്മകമായ ലോകത്തായിരിക്കും കുട്ടി. എനിക്ക് നക്ഷത്രം കയ്യിൽ തരണം എന്ന് പറയുന്ന ഒരു കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. എന്താ ഭ്രാന്താണ് പറയുന്നത്, നക്ഷത്രത്തെ നിനക്ക് തരാൻ സാധിക്കുമോ എന്ന് നാം പറയുന്നത് നമ്മുടെ വിവേകം വെച്ചുകൊണ്ടാണ്. ഈ വിവേകം വെച്ചുകൊണ്ട് കുട്ടികളുടെ കൽപ്പനകളെ, സ്വപ്നങ്ങളെ നാം കൈകാര്യം ചെയ്യാതെ അവരോടൊപ്പം ആശയവിനിമയം നടത്തുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ കുടുംബത്തിന് അനുകൂലമായൊരു സാഹചര്യം കൂടുതൽ നൽകുവാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കുട്ടികളെ പൊതുവൽക്കരിക്കരുത്. നീ ഒന്നിനും കൊള്ളരുതാത്തവനാണ് എന്ന് പറയരുത്. ഒന്നിനും കൊള്ളരുതാത്തവളായി ഈ ലോകത്ത് ആരുമില്ല. ഇന്ന കാര്യത്തിൽ ഒരു ഗ്ലാസ് ഞാൻ പൊട്ടിച്ചു, എൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് പൊട്ടിച്ചു, മരമണ്ട നീ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇവിടെ ഒരു വസ്തു നീ ശ്രദ്ധിക്കുന്നില്ല എന്ന പ്രസ്താവന ഒരു പൊതുവൽക്കരണമാണ്. ഒരു വസ്തുവിലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതകൾക്ക് നിരക്കാത്തതായിരിക്കും. നാം കുട്ടികളോട് പെരുമാറുമ്പോൾ ഈ പൊതുവൽക്കരണം ഒഴിവാക്കുക. ഞാൻ എൻ്റെ കൈയെഴുത്ത് വളരെ മോശപ്പെട്ടതായിരുന്നു ഒരു കാലത്ത്. എൻ്റെ ഒരു അധ്യാപകൻ അതിലെഴുതി തലതിരിപ്പൻ എന്ന് പറഞ്ഞെഴുതി. കൈയെഴുത്ത് മോശമായതിന് തലതിരിപ്പൻ എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യാത്മകത ആ കാലത്ത് എനിക്ക് മനസ്സിലായില്ലെങ്കിലും കുറേ കാലത്തേക്ക് എന്നെ തലതിരിപ്പൻ എന്ന് എൻ്റെ വിദ്യാർത്ഥികൾ വിളിച്ചതിൽ നിന്നുള്ളൊരു വാശിയിൽ നിന്ന് ഞാൻ എൻ്റെ കൈയെഴുത്ത് മാറ്റുവാനുള്ള ശ്രമം നടത്തി. അതൊരു പൊതുവൽക്കരണമാണ്. എനിക്ക് ആ അധ്യാപകനെ, എത്ര മേന്മപ്പെട്ട അധ്യാപകനാണെങ്കിലും ആ അധ്യാപകനെ ഇപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുവാൻ സാധിക്കാതെ പോകുന്നു. കുട്ടികളുടെ മേലെ ഒരു കാരണവശാലും നീ ഇന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്, അതൊരു തരത്തിലുള്ള ലോജിക്കൽ എററാണ്. നല്ലപോലെ പ്രസംഗിക്കാൻ സാധിക്കുന്ന ആൾ നല്ല രാഷ്ട്രീയ നേതാവാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ലോജിക്കൽ എററാണത്.
നല്ല പോലെ പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാളാണ് എന്നുള്ളത് മാത്രമാണ് വസ്തുത. അതുകൊണ്ട് അയാൾ ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ആയിക്കൊള്ളണമെന്നില്ല, നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഉള്ളതോ ഇല്ലാത്തതോ ആയോ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. കുട്ടികളെ താരതമ്യം പെടുത്തുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന മറ്റൊരു കാര്യം. കുടുംബത്തിൽ നാം സഹോദരങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്തുന്നു. അവളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. RECയിലെ ഒരു അധ്യാപകൻ്റെ, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകൻ്റെ കുട്ടിയെക്കുറിച്ച് ഡോക്ടർ A. അച്യുതൻ ഒരിടത്ത് ഒരു ശില്പശാലയിൽ വെച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. ഒരു സഹോദരനും സഹോദരിയും. സഹോദരൻ പഠിക്കാൻ അത്ര മിടുക്കനായിരുന്നില്ല, സഹോദരി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതായിരുന്നു. പക്ഷേ സഹോദരിയുടെ പലപ്പോഴും രാത്രി ചെയ്തു വെച്ചിരിക്കുന്ന ഹോംവർക്കിലെ പേജുകൾ രാവിലെ എഴുന്നേറ്റാൽ കാണാതാകും. അത് പലപ്പോഴും സ്കൂളിൽ വെച്ചാണ് സംഭവിക്കുക. അവിടെ വെച്ച് കുട്ടി പൊട്ടിക്കരഞ്ഞ് ഞാൻ ചെയ്തു വെച്ചതാണ്, കാണുന്നില്ല, ഒരാളെയും കണ്ടെത്തുന്നില്ല, ഏതോ രഹസ്യചാരം വന്ന് നഷ്ടപ്പെടുത്തുന്ന പേജുകൾ എന്നുള്ള കണക്കാക്കിയിട്ട് കുട്ടി പൊട്ടിക്കരഞ്ഞ് വീട്ടിലെത്തുന്നു. കൂലങ്കഷമായിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് ചെയ്യുന്നത് രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇവളുടെ സഹോദരൻ തന്നെയായിരുന്നു. സഹോദരൻ ഇത് ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യാതൊരു സംശയമില്ല, എപ്പോഴും അവളെ കണ്ടുപഠിക്കുക എന്നാൽ പിന്നെ അവളൊന്ന് ഞാൻ വെട്ടിലാഴ്ത്താമെന്ന് ഈ കുട്ടി തീരുമാനമെത്തുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തതായിരുന്നു. നമുക്കല്പം തമാശ തോന്നിയേക്കാമെങ്കിലും കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, ഈ തരത്തിലുള്ള കമ്പാരിസൺ കൊണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് പോലും നിർവചിക്കാനാവാത്ത തരത്തിലുള്ളതാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വളർത്തുന്നതിന് ഇത് കാരണമായി തീരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന, ഒരു സ്വത്വബോധത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ആദ്യമേ രക്ഷിതാക്കൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇരട്ട പെറ്റ കുട്ടികളിൽ പോലും ഇരട്ട വ്യക്തിത്വമാണ്. സയാമീസ് ഇരട്ടകളിൽ പോലും, ശരീരം ഒന്ന് രണ്ട് തല എന്ന് പറയുന്ന സയാമീസ് ഇരട്ടകളിൽ പോലും രണ്ട് വ്യക്തിത്വമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും അവളെപ്പോലെയായിരിക്കണം, അല്ലെങ്കിൽ അവനെപ്പോലെയായിരിക്കണം, അല്ലെങ്കിൽ മൂത്തവൻ കൊള്ളാം, ഇളവൻ അത്ര മോശം, ഇളയവന് കണക്കല്പം മോശമാണ്, വസ്തുതയാണ്, അങ്ങനെ പ്രസ്താവന നടത്താം. പക്ഷേ മൂത്തവൻ്റെ അത്ര ഇവൻ പറ്റൂല എന്ന് പറയുന്നത് താരതമ്യ പഠനവും താരതമ്യ വിശകലനവും പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. ഇന്നത്തെ കുട്ടികളിൽ വിഷമമുണ്ടാക്കാവുന്ന മറ്റൊരു സാഹചര്യം കുട്ടികളെ മാനസികമായ വേദനയുണ്ടാക്കുന്നതാണെന്നുള്ളതാണ്. നമുക്ക് ഹിറ്റ്ലറിനെ അറിയാം. ഹിറ്റ്ലർ എങ്ങനെയൊക്കെയാണ് മനുഷ്യരോട് പെരുമാറിയിട്ടുള്ളത് എന്നറിയാം. സൈക്കോപ്പത്തിക് പേഴ്സണാലിറ്റി ആയി തീർന്നിട്ടുള്ള ഹിറ്റ്ലറിനെ അങ്ങനെയാക്കിയിട്ടുള്ളത് ഹിറ്റ്ലറിൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പീഡനങ്ങളും ഹിറ്റ്ലറിൻ്റെ അങ്കിളും ഹിറ്റ്ലറിൻ്റെ രക്ഷിതാക്കളും നടത്തിയിരിക്കുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. നാം കുട്ടിയെ എങ്ങനെ ഹർട്ട് ചെയ്യുന്നു എന്നുള്ളത്, കുട്ടിയുടെ ഉള്ളിൽ മുറിവേൽപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ചിലപ്പോൾ എല്ലാവരിലും അല്ലെങ്കിലും ചിലരിലെങ്കിലും പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിയെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സെൻറ്റേഡ് അപ്രോച്ചോട് കൂടിയിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിലോ, നമുക്ക് കുട്ടിയോട് പറയേണ്ടതായ ഒരു കാര്യമുണ്ടെങ്കിലോ, കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതായ ഒരു കാര്യമുണ്ടെങ്കിലോ, അതിനേറ്റവും ഉചിതമായത് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര ചെറുതല്ലാത്ത കുട്ടിയാണെങ്കിൽ ഈ കാര്യം വൈകാതെ തന്നെ കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഫിക്സ് എ ടൈം, ഫൈൻഡ് ഔട്ട് എ ടൈം ഫോർ സെറ്റിൽമെൻറ്റ്. എന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ. വിളിക്കുന്നു, ഒറ്റയ്ക്ക് ഇരുത്തുന്നു, ഞാൻ കുട്ടിയോട് ഇത് പറയുന്നു, എൻ്റെ വിഷമം പറയുന്നു, എന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പറയുന്നു. എൻ്റെ പരീക്ഷയിൽ ഈ മാർക്ക് ഇത്ര കുറഞ്ഞു വരുന്നുണ്ട്, പരീക്ഷ കൂടി പ്രധാനപ്പെട്ടതാണ്, ഇതെന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. നാം കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, സെറ്റിൽ ചെയ്യുക. പലപ്പോഴും കൗമാരപ്രായത്തിലിരിക്കുന്ന കുട്ടികളോട് സംഘർഷം രൂക്ഷമാകാനിടയുണ്ട്. അവസാനം പറയുന്നു അവനോട് മാത്രം അല്ലെങ്കിൽ അവളോട് മാത്രം ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് വൈകിപ്പോകുന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് ആ കുട്ടിയുടെ തന്നെയുള്ള സുഹൃത്തുക്കൾ വന്ന് എൻ്റെ അടുത്ത് ആക്ഷേപം ഉന്നയിച്ചു. സർ, പലപ്പോഴും വൈകിയാണ് ഈ കുട്ടി പോകുന്നത്. ഒരു ദിവസം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ചിലരെനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഡിസിഷനല്ല, ചിലർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയാൾ പലപ്പോഴും വൈകി വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.
സർ ചിലർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, സത്യമാണോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടി ചോദിക്കാൻ, ഞാൻ എന്തിനാണ് സർ നേരത്തെ വീട്ടിൽ പോണത്? ഉപ്പാനോടും ഉമ്മാനോടും തല്ലുണ്ടാക്കാനാണോ? ഉപ്പായോടും ഉമ്മായോടും തല്ലുണ്ടാക്കാതിരിക്കാൻ വൈകി ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണെങ്കിൽ ഒരു പരിധിവരെ കുട്ടിക്കും കുടുംബത്തിനും നല്ലതായിരിക്കും. പക്ഷേ ഈ കുട്ടി അങ്ങനെയുള്ള കൗമാരപ്രായത്തിലിരിക്കുന്ന ഈ കുട്ടിയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന രക്ഷിതാക്കൾ എന്തെല്ലാം പറയുന്നു, ആ പറയുന്നതൊക്കെയും ഒരു സംഘർഷത്തിലെത്തിച്ചേരുന്നു എന്നുള്ളതാണ്. കുട്ടിയെ മനസ്സിലാക്കാതെ പോകുന്നു. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ വളർത്തുന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യമെന്ന് കേരളത്തിനു പുറത്തുമുള്ള പഴയ കുടുംബ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന നമ്മെപ്പോലെയുള്ള കുടുംബാന്തരീക്ഷം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണം? ഇതിൽ നമ്മൾ ആശങ്കാകുലരാണ്. ആരാണ് കുട്ടികളുടെ സുഹൃത്തുക്കൾ? നമ്മൾ ഭൂതക്കണ്ണാടി വെച്ചുകൊണ്ട് അന്വേഷിച്ച് നടക്കുന്നു. ഇന്ന ആളായിരിക്കണം കുട്ടിയുടെ സുഹൃത്ത് എന്ന് നാം കൽപ്പിക്കുന്നു. അത് കുട്ടികൾക്ക് പലപ്പോഴും സ്വീകാര്യമല്ലാതെ പോകുന്നു. കുട്ടികളുടെ സുഹൃത്തുക്കൾ ആര് എന്നുള്ളത് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണമെന്ന് നാം കൽപ്പിക്കുന്നത് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുവാൻ ഇടയില്ല. കുട്ടികളുടെ പഠനകാര്യങ്ങളിലും പലപ്പോഴും കൗമാരപ്രായത്തിലെത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും തമ്മിലുള്ള പ്രശ്നമുണ്ട്. കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. കുട്ടിയുടെ ചോയ്സ് കൂടെ മനസ്സിലാക്കുക, കുട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുക. ഈ ചോയ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് എന്നുള്ളത് പറഞ്ഞിട്ട് പലപ്പോഴും കുട്ടികളുടെ ചോയ്സസ് ആണ്, കൗമാരപ്രായത്തിലിരിക്കുന്ന കുട്ടികളുടെ ചോയ്സസ് ആണ് രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. രക്ഷിതാവിൻ്റെ ചോയ്സ് പറയാം, പക്ഷേ ഈ ചോയ്സ് ആണ് ഉചിതം എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ രക്ഷിതാവിന് കൂടെ ഇന്ന് ഉത്തരവാദിത്വമുണ്ട്. കുട്ടിയുടെ കൗമാരപ്രായത്തിലിരിക്കുന്ന കുട്ടിയുടെ സിസ്റ്റമാറ്റിക് അല്ലാത്ത സ്വഭാവം പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ലാതെ പോകുന്നു. കുപ്പായം അഴിച്ച് അവിടെ ഇട്ട് പുസ്തകം കൊണ്ടുവന്ന് ഇപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഈ അൺസിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഭൂതം നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. നാം അതെങ്ങനെ ശീലിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് അത് ഉണ്ടായിത്തീരേണ്ടത്. ഒപ്പം തന്നെ ഒരേ പ്രായത്തിലുള്ള കുട്ടികളുടെ, കൗമാരപ്രായത്തിലിരിക്കുന്ന കുട്ടികളുടെ ശത്രുത, ഏട്ടനും അനിയനും തമ്മിലുള്ള ശത്രുത, സിബ്ലിംഗ് റൈവൽറി പലപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യാനാവാത്ത വിധത്തിൽ വിഷമമുണ്ടാക്കാവുന്നതാണ്. കൗമാരപ്രായത്തിലിരിക്കുന്ന കുട്ടികളുമായുള്ള സംഘർഷം രൂക്ഷമായ തരത്തിലേക്കാണ് വളരുന്നതെങ്കിൽ അതിൽ നിന്ന് രക്ഷിതാക്കൾ ഒളിച്ചോടിപ്പോകാതെ എനിക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബാപ്പ അപ്പുറത്തേക്കും, നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ എനിക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മ മാറി നിൽക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉചിതം വളരെ പ്രൊഫഷണൽ ആയിരിക്കുന്ന ഒരാളിൻ്റെ സഹായം ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നേടാവുന്നതാണ്. ശാരീരികമായ രോഗം വന്നാൽ, ഒരു ചെറിയ ജലദോഷം വന്നാൽ നാം നമ്മുടെ കുട്ടിയെ ഒരു ഡോക്ടറെ കാണിക്കും. പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കരട് വന്നാൽ നാം അത് വീട്ടിൽ വെച്ച് പഴുപ്പിച്ച് വഷളാക്കും. അവിടെ ഏറ്റവും ഉചിതമായിരിക്കുന്ന പ്രതികരണം ഒരു കൗൺസിലറെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആണെങ്കിൽ കാണുകയോ ചെയ്യുന്നതായിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കൗമാരപ്രായത്തിലിരിക്കുന്നവരെയും ചെറിയ കുട്ടികളെയും മനസ്സിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നാം പങ്കുവെക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഷെയർ ചെയ്യുന്നതിന് ഉചിതമായൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ കുടുംബത്തെക്കുറിച്ച് ദീർഘമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. സ്കൂളിനെക്കുറിച്ചും സൗഹൃദ സംഘങ്ങളെക്കുറിച്ചും ഒപ്പം മാധ്യമങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കേന്ദ്രമാണ്. എന്നാൽ കുട്ടികളെ വളർത്തുന്നതിൽ നാം വിചാരിക്കുന്ന തരത്തിൽ ചിലപ്പോൾ അന്തരീക്ഷമുണ്ടാക്കാത്ത സ്ഥലങ്ങളുമാണ്. പഠനകാര്യത്തിൽ താല്പര്യം വെച്ച് പുലർത്തുന്ന ഒരു രക്ഷിതാക്കളായിരിക്കണം വീട്ടിലുണ്ടാകേണ്ടത് എന്നുള്ളതാണ് സ്കൂളിനോട് ബന്ധപ്പെട്ടിട്ടുള്ള, പഠനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കൊണ്ട് മാത്രം അനുയോജ്യമായ ഫലമുണ്ടാക്കുകയില്ല. പഠനകാര്യത്തിൽ ഐ ആം ഇൻട്രസ്റ്റഡ്, ഞാൻ തൽപരനാണ് എന്നുള്ള സന്ദേശം ഓരോരോ സന്ദർഭത്തിലും ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന അമ്മക്ക് കൊടുക്കുവാനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതൊരു സംഘർഷമായോ ടെൻഷനാക്കിയോ വളർത്തുകയല്ല വേണ്ടത് താനും. കുട്ടി പഠനങ്ങൾ എത്തുന്നതിൽ 3 ഘട്ടങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കാര്യങ്ങൾ ഗ്രഹിക്കുന്ന റിസപ്ഷൻ എന്ന് പറയുന്ന ഘട്ടം. ഏത് കാര്യവും റിസീവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളിടത്താണ് കുട്ടി മനസ്സിലാക്കുന്നത്. റിസീവ് ചെയ്യണമെങ്കിൽ അത് കുട്ടിക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലും ഗ്രഹിക്കുന്ന വിധത്തിലും നൽകേണ്ടതുണ്ട്. പല ഘടകങ്ങളും പല കാര്യങ്ങളും റിസീവ് ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ, ഗ്രഹിക്കുവാൻ അനുയോജ്യമായ തരത്തിൽ വിശകലനം ചെയ്യാതെ പോകുന്നത് കൊണ്ട് കുട്ടിക്ക് ഓർമ്മിച്ചെടുക്കുവാൻ സാധ്യമല്ലാതെ വരുന്നു. റിസീവ് ചെയ്യുന്നത്, ഗ്രഹിക്കുന്ന കാര്യം ആവശ്യത്തിന് ആവർത്തിക്കുമ്പോഴാണ്, റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് മനസ്സിൽ പടിഞ്ഞു പോകുന്നത്. കാര്യം ഗ്രഹിക്കുന്നത് എങ്ങനെ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് നാം എന്നർത്ഥം. ഗ്രഹിക്കുന്ന കാര്യം ആവശ്യത്തിന് ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.
റിസീവ് ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് റിക്കലക്ഷൻ സുഗമമായിട്ട് നടക്കുന്നത്. സാധാരണ രീതിയിൽ ആവറേജായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്രിയ പ്രധാനപ്പെട്ടതാണ്. നാം കുട്ടി ഗ്രഹിക്കുന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടിക്ക് ഓർമ്മശക്തിയില്ല എന്ന് വിധിയെഴുതും മുമ്പ്, കുട്ടി ഒന്നും പഠിച്ചത് ഓർക്കുന്നില്ല എന്ന് വിധിയെഴുതും മുമ്പ്, കുട്ടി പഠിക്കുന്നില്ല എന്ന് തീരുമാനമെത്തുന്നതിന് മുമ്പ് കുട്ടി കാര്യങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് പരിശോധന നടത്തുകയാണ് ഉചിതം. പരിശോധന നടത്തുമ്പോഴാണ് ഗ്രഹിക്കുന്നതിലെ പാളിച്ചകൾ മനസ്സിലാക്കുവാൻ സാധിക്കുക. ചില അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് ആകർഷകമായി തോന്നാമെങ്കിൽ തന്നെയും എല്ലാ കുട്ടികൾക്കും ആകർഷകമായി തോന്നിക്കൊള്ളണമെന്നില്ല. അത് ആ അധ്യാപകൻ്റെ പാളിച്ച മാത്രമല്ല, അത് കുട്ടി അധ്യാപകനുമായി അല്ലെങ്കിൽ അധ്യാപികയുമായി വെച്ചു പുലർത്തുന്ന ഒരു ബന്ധത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഉചിതമായൊരു അവസരം നാം ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. നാം ഗ്രഹിക്കുന്നതിനുള്ള ഒരു സുഗമമായ എളുപ്പമായ മാർഗം ഉണ്ടാക്കി കൊടുക്കുകയോ അത് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം ചെറുപ്പത്തിൽ തന്നെയും നാം തുനിയുകയോ ചെയ്യുമ്പോൾ പഠനകാര്യത്തിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടാവുകയും അത് ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ തക്കതായ ഒരു കോപ്പാക്കി മാറ്റുകയും ചെയ്യുന്നു. കുട്ടികളുടെ പഠനകാര്യത്തിൽ തൽപരരായിരിക്കണം. ആൻഡ് ഷോ ദ ഇൻട്രസ്റ്റ്. എൻ്റെ മകൻ ഇന്ന് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഉപ്പ എനിക്ക് 2ാം റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. 2ാം റാങ്ക് കിട്ടി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് സന്തോഷമായി, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട്, ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള സന്ദേശമാണുള്ളത്. ഞാൻ എന്ത് നാട്ടിലെത്തിയാൽ ആർക്ക് എന്ത് കൊടുക്കുന്നു അതിനു മുമ്പ് എടാ ബാച്ചുവ ഇതാണ് നിനക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ താല്പര്യം വളർന്നു വരുന്നു എന്നുള്ളതാണ്. കേരളീയരായ രക്ഷിതാക്കളിൽ പലരും കുട്ടികളോട് ഉചിതമായ പ്രശംസ കൊടുക്കുന്നതിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്നവരാണ്. മറിച്ച് അവരുടെ ഏതെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരുമാണ്. കുട്ടികൾ അർഹതപ്പെട്ട പ്രശംസ, അർഹതപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രൈസ് അതിൻ്റെ സന്ദർഭത്തിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിടോ നീ അന്ന് ക്വാർട്ടർ പരീക്ഷയിൽ ഇത്രയും നേടിയില്ല, അതിനുള്ള സമ്മാനം ഇതാ എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടും കാര്യമില്ല എന്നർത്ഥമുള്ളത്. സമ്മാനം കൊടുക്കുന്നത് ഉചിത സന്ദർഭങ്ങളിലായിരിക്കണം. അതൊരു പോസിറ്റീവ് ഇൻസെൻറ്റീവാണ്, പഠിക്കുവാനുള്ളൊരു പോസിറ്റീവ് ഇൻസെൻറ്റീവാണ്. പോസിറ്റീവ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നവരാണ് തൻ്റെ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കുവാനും തൻ്റെ കഴിവുകൾ വളർത്തുവാനും ശ്രമിക്കുക. നാം രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഈ തരത്തിലുള്ള പോസിറ്റീവ് ഇൻസെൻറ്റീവ് കൊടുക്കുക എന്ന് പറയുന്നത് പഠനകാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. രക്ഷിതാക്കൾ അധ്യാപകന്മാരോ അധ്യാപികമാരോ ആയുള്ള ബന്ധവും വെച്ച് പുലർത്തേണ്ടതുണ്ട്. എന്താണ് എൻ്റെ കുട്ടി എന്നറിയുന്നതിന് അധ്യാപകന്മാരോടോ അധ്യാപികമാരോടുള്ള ബന്ധം വെച്ച് പുലർത്തുമ്പോൾ സ്വാഭാവികമായും ആ അധ്യാപകർക്ക് നിങ്ങളുടെ കുട്ടിയിൽ താല്പര്യമുണ്ടാകുന്നുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, ഹൈസ്കൂൾ ലെവൽ വരെയുള്ള പഠനത്തിൽ ഏത് രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ അധ്യാപകരുമായുള്ള ബന്ധം, അനുകൂലമായ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ടോ ആ കുട്ടികളോട് ആ അധ്യാപകർ ശ്രദ്ധ കൂടുതൽ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരു എക്സ്ട്രാ കെയർ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ, പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും അധ്യാപകരെ വിമർശിച്ചു കൊണ്ടായിരിക്കുകയും ചെയ്യരുത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ ഒരു മുൻകൂർ ജാമ്യമല്ല. അധ്യാപകരെ വിമർശിക്കുമ്പോൾ നാം വിചാരിക്കുന്ന ഫലം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നാം അധ്യാപകരെ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങളിൽ നാം എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുക. നാം ഈ കുട്ടിയുടെ ദുർബലത, ഏതെങ്കിലും ഒരു വീക്ക് സൈഡ് മാറ്റുന്നതിന് എന്ത് ചെയ്യണമെന്നുള്ള മെസ്സേജ് സ്വീകരിക്കുക. നമ്മുടെ യുക്തിയും നമ്മുടെ വിവേകവും വെച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തുക. സോ കീപ്പ് എ കണക്ഷൻ വിത്ത് ദ ടീച്ചേഴ്സ്. പരീക്ഷ നമ്മൾക്കൊക്കെയും പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പല കുട്ടികൾക്കും, അറിവുള്ള കുട്ടികൾക്ക്, സമർത്ഥരായ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നത് പരീക്ഷയിലുള്ള പരിശീലനം ആണ്. കുട്ടികൾക്ക് പരീക്ഷയിൽ പരിശീലനം കൊടുക്കുക. വിവേകശാലിയായ ഒരു കുട്ടിയാണെങ്കിൽ പരീക്ഷ നല്ല രീതിയിൽ പാസ്സാകേണ്ടതാണ്. പക്ഷേ എല്ലാ വിവേകശാലികളും പരീക്ഷ നന്നായിട്ടും പാസ്സായിക്കൊള്ളണമെന്നില്ല. എല്ലാ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും പരീക്ഷ നന്നായിട്ട് ജയിച്ചു കൊള്ളണമെന്നില്ല. പരീക്ഷ ജയിക്കുന്നതിലൊരു പ്രത്യേകമായ പരിശീലനം ആവശ്യമുണ്ട്. പരീക്ഷയിലുള്ള പരാജയമോ മാർക്ക് കുറയുന്ന അവസ്ഥയോ കുട്ടിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്ന് വിധി എഴുതാതിരിക്കുക. പരീക്ഷ എഴുതുവാനുള്ള പരിശീലനം കൊടുക്കുക. പരീക്ഷ എഴുതുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്കനുസൃതമായ തരത്തിൽ ഒരുങ്ങുക എന്നുള്ളതാണ്, റിവിഷൻ നടത്തുക എന്നുള്ളതാണ്, ചോദ്യാവലി വെച്ചുകൊണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ്. ബുദ്ധിമതിയായ ഒരു കുട്ടി പരീക്ഷയും എളുപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുമെന്ന് നാം അവളെക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്കനുസൃതമായ തരത്തിലുള്ള ഒരു റൈറ്റിംഗ് പ്രാക്ടീസ്
ഉണ്ടാക്കിയെടുക്കുന്നത് അനുകൂലമായ സാഹചര്യമായിരിക്കും. പഠന കാര്യത്തിൽ ചിലപ്പോൾ ദുർബലമായ വിഷയങ്ങളുണ്ടായിരിക്കും ചില കുട്ടികൾക്ക്. എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയങ്ങളും താല്പര്യമുള്ളതായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ കാരണം കുട്ടി മാത്രമല്ല, കുട്ടിയെ പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകരും അതിന് കാരണമായിരിക്കും. ചില അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയം ആജീവനാന്തം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് കാരണമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ ഈ അധ്യാപകനെ മാറ്റുവാനോ അധ്യാപികയെ മാറ്റുവാനോ നമുക്ക് വലിയ പങ്കില്ല, പ്രത്യേകിച്ചും ഒരു സർക്കാർ സ്കൂളിലാണെങ്കിൽ. അങ്ങനെ വരികിൽ ഈ ദുർബലമായ വിഷയത്തിൽ ഒരു എക്സ്ട്രാ പവർ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. എങ്ങനെ അത് നൽകാൻ സാധിക്കും? കുട്ടിക്ക് മോശപ്പെട്ട വിഷയങ്ങളിലുള്ള കഴിവില്ലായ്മയെ മാറ്റിയെടുക്കുന്നതിന് കഴിവുള്ള വിഷയങ്ങളിൽ പ്രോത്സാഹനം കൊടുക്കുക. ഇംഗ്ലീഷിലാണ് താല്പര്യമെങ്കിൽ ഇംഗ്ലീഷിൽ നിനക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ കണക്കിലും മാർക്ക് നേടണം എന്നുള്ളതാണ് സന്ദേശം. ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്ക് നിങ്ങൾ നോക്കാതെ കണക്കിൽ നിൻ്റെ മാർക്ക് കണ്ടില്ലേ, എനിക്ക് ചെന്നിക്കുത്ത് വരുന്നു, തലവേദന വരുന്നു എന്ന് പറയുമ്പോൾ കുട്ടി നേടിയിരിക്കുന്ന ഒരു നേട്ടത്തെ നിങ്ങൾ പരിഗണിക്കാതെ പോവുകയും ദുർബലതയെ മാറ്റുന്നതിനുള്ള ഒരു പ്രോത്സാഹനമല്ലാതെയും പോകുന്നു എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ കുട്ടിക്ക് ആ വിഷയത്തിൽ പരിശീലനം കൂടുതൽ നൽകുന്നതിനും താല്പര്യമുണ്ടാക്കുന്നതിനുമായ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം. കണക്ക് എളുപ്പത്തിൽ പഠിക്കുന്നതിനുള്ള ഒരു ചുറ്റുപാട് ചെറുപ്പത്തിലേ ഉണ്ടാക്കി തീർക്കണം. കണക്കിൽ താല്പര്യം കുറയുന്നു, സയൻസിൽ താല്പര്യം കുറയുന്നു എന്നുള്ളത് പോപ്പുലർ സയൻസിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില പുസ്തകങ്ങളോ ചില ബാലമാസികകളോ വായിച്ചു കൊടുക്കുകയോ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യും.